Good evening all. കേൾക്കാവോ എല്ലാവർക്കും എന്നെ? Yes, madam, കേൾക്കാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ കാണുന്നുണ്ട്. ഓക്കെ. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന പോർഷൻ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, അതുപോലെ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഇന്റർനാഷണൽ സോളാർ അലിയൻസ്, മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇത് നാലും നമുക്ക് വ്യക്തമായി തന്നെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഈ ലാസ്റ്റ് ആണ് ഈ സിലബസിലെ ലാസ്റ്റ് പോർഷനിലാണ് പറഞ്ഞിരിക്കുന്നത്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടും നാപ്കവും അതുപോലെ തന്നെ നമ്മൾ എടുക്കാൻ വിട്ടുപോയിട്ടുള്ള ഇന്റർനാഷണൽ സോളാർ അലിയൻസും മോൺട്രിയൽ പ്രോട്ടോകോളും. ഓക്കെ. സോ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഈ 1984 നടന്ന ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഈ പറയുന്ന എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നത്. അതിന്റെ മെയിൻ പേർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ദ ഹ്യൂമൻ എൻവയോൺമെന്റ് 1972 നടന്ന അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുക, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ഡൊമസ്റ്റിക് ലെവലിൽ അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ കൊണ്ടുവന്ന ആക്ട് ആണ് 1986 എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. സോ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വന്ന അല്ലെങ്കിൽ അതിന്റെ വേക്കപ്പിൽ വന്ന ആക്ട് ആണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986. The umbrella legislation, and this is an umbrella legislation that consolidated the provisions of Water Act of 1974 and Air Act of 1981. അതായത് ഇതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന മേജർ ലെജിസ്ലേഷൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ വാട്ടർ ആക്ട് അതിന്റെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പൊല്യൂഷൻ വാട്ടർ ആക്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പറഞ്ഞിരിക്കുന്നത് അതും, അതുപോലെ തന്നെ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981 2 വർഷവും ഓർത്തിരിക്കുക. ഈ 2 ആക്ടിലും പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും കൂടെ ലെജിസ്ലേഷൻസിന്റെ എല്ലാം ഒരു കൺസോളിഡേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു അംബ്രല്ല ആക്ട് ആണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. ഈ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഫ്രെയിംവർക്കിലാണ് ഗവൺമെന്റ് നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യും. സ്റ്റേറ്റ് ലെവലിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സും അതുപോലെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സും എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഏത് ആക്ടിന്റെ അണ്ടറിലാണെന്ന് ചോദിച്ചാൽ അത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986ന്റെ അണ്ടറിലാണ്. എൻവയോൺമെന്റൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനും അബേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ ആക്ടില് ഏറ്റവും കൂടുതൽ എംഫസൈസ് കൊടുത്തിരിക്കുന്നത് എൻവയോൺമെന്റിനെയാണ്. എൻവയോൺമെന്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിനകത്ത് വാട്ടർ ഇൻക്ലൂഡഡ് ആണ്, എയർ, ലാൻഡ് ആൻഡ് ദ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓൾ ദീസ് 3 തിങ്സ്. എയറും വാട്ടറും ലാൻഡും തമ്മിലുള്ള ഇന്റർ റിലേഷൻസും ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഇന്റർ റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ ബീങ്സ് ആൻഡ് അതർ ലിവിംഗ് ക്രീച്ചേഴ്സ് ലൈക്ക് പ്ലാന്റ്സ്, മൈക്രോ ഓർഗാനിസംസ് ആൻഡ് പ്രോപ്പർട്ടി. ഇതിന്റെ എല്ലാത്തിനും ഒരു ഇന്റർ റിലേഷൻസിനെ ഡിഫൈൻ ചെയ്തുകൊണ്ട് എൻവയോൺമെന്റിന് കൂടുതൽ environmental gaseous substance present in such a concentration as may be or may tend to be injurious to the environment. അതായത് നമ്മുടെ എൻവയോൺമെന്റിൽ ഈ പറയുന്ന പലതരത്തിലുള്ള പൊല്യൂട്ടൻസും ഉണ്ടാകും. പക്ഷെ അതിന്റെ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്യുമ്പോഴാണ് അതൊരു പൊല്യൂട്ടന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും അത് ഹ്യൂമൻസിനും എൻവയോൺമെന്റിനും ഇൻജൂറിയസ് ആയിട്ട് വരുന്നത്. സോ ഒരു ഡെഫിനറ്റ് ലിമിറ്റിന് അബവ് ആയിട്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് ഒരു ഇൻജൂറിയസ് ആയിട്ടുള്ള ഒരു എഫക്ട് ഉണ്ടാക്കുമ്പോഴാണ് അതിനെ നമ്മൾ പൊല്യൂട്ടന്റ് എന്ന് പറയുന്നത്. അതാണ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞ് ഈ ആക്ടിന്റെ അണ്ടറിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹസാർഡസ് സബ്സ്റ്റൻസ് ഈ ആക്ടിന്റെ അണ്ടറിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന മറ്റൊരു ടെർമിനോളജിയാണ് ഹസാർഡസ് സബ്സ്റ്റൻസസ്. It include any substance or preparation which may cause harm to human beings, other living creatures, plants, microorganisms, property or the environment. ഇതിനകത്ത് ഏത് തരം സബ്സ്റ്റൻസും ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ പ്രിപ്പറേഷൻ ആവാം. ബട്ട് അത് ഹ്യൂമൻ ബീങ്സിനോ പ്ലാന്റ്സിനോ മൈക്രോ ഓർഗാനിസംസിനോ എൻവയോൺമെന്റിനോ എന്തിനു തന്നെ ഹാം ഉണ്ടാക്കുന്ന ഏതുതരം സബ്സ്റ്റൻസിനും അതിന്റെ പ്രിപ്പറേഷനെയും നമ്മൾ എന്തായിട്ടാണ് ഈ ആക്ടിൽ പറയുന്നത്? ഹസാർഡസ് സബ്സ്റ്റൻസ് ആയിട്ടാണ് പറയുന്നത്. ഈ ആക്ടിലൂടെ സെൻട്രൽ ഗവൺമെന്റിനാണ് ഈ പറയുന്ന എൻവയോൺമെന്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനുമുള്ള ഫുൾ പവർ കൊടുത്തിരിക്കുന്നത്.
സെൻട്രൽ ഗവൺമെന്റ് ആണ് സോൾ അതോറിറ്റി അല്ലെങ്കിൽ പ്രൈം അതോറിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊട്ടക്ടിങ് ആൻഡ് ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് എൻവയോൺമെന്റ്. ഈ ആക്ടിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, വാട്ടർ ആൻഡ് എയർ ആക്ടിന്റെ ഒരു കൺസോളിഡേഷൻ ആണ്. 1974 വാട്ടർ ആക്ടും 81 എയർ ആക്ടിന്റെയും കൺസോളിഡേറ്റഡ് ലെജിസ്ലേഷൻ ആണ് ഈ പറയുന്ന എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇതിന്റെ അണ്ടറിലാണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകളും ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് എൻഷുവേഴ്സ് ദ എൻഫോഴ്സ്മെന്റ് ഓഫ് വേരിയസ് ആക്ട്സ് ആൻഡ് റെഗുലേഷൻസ് കൺസേണിംഗ് പൊല്യൂഷൻ കൺട്രോൾ. പലതരത്തിലുള്ള പൊല്യൂഷൻ കൺട്രോൾ മെക്കാനിസത്തിന് ആവശ്യമായിട്ടുള്ള ആക്ടുകളും റെഗുലേഷൻസുകളും ഒക്കെ മുന്നിൽ എൻഫോഴ്സ് ചെയ്യാനുള്ള അധികാരവും ഈ പറയുന്ന 1986 ആക്ടിന്റെ അണ്ടറിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് പറയുന്ന പെനാലിറ്റീസ്, ഈ ഒരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ചെയ്യുന്ന കേസ് പ്രൂവൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പെനാലിറ്റീസും ഇംപ്രിസൺമെന്റും ഉണ്ട്. ഈ ഒരു ആക്ട് കോൺട്രാവെന്റ് ചെയ്തു കഴിഞ്ഞാലുള്ള ഇംപ്രിസൺമെന്റ് എന്ന് പറഞ്ഞാൽ 5 വർഷം, ഫൈൻ എന്ന് പറയുന്നത് 1 ലക്ഷം, അല്ലെങ്കിൽ ചിലപ്പോൾ 5 വർഷം പ്ലസ് 1 ലാക്ക്, രണ്ടും കൂടി ആയിരിക്കാം പെനാലിറ്റീസ് വരുന്നത്. ഈ പെനാലിറ്റീസ് പേ ചെയ്യാൻ ഫെയിലിയർ ആവുകയാണെങ്കിൽ ഓരോ ദിവസവും 5000 റുപ്പീസ് വെച്ചിട്ട് പെനാലിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഇംപ്രിസൺമെന്റ് മാക്സിമം 7 വർഷം വരെ ആകുകയും ചെയ്യാം. ഒരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ഡിസ്ട്രിക്ട് ലെവലില് ഒരു വാട്ടർ ബോഡി അല്ലെങ്കിൽ ആ ഡിസ്ട്രിക്ട് ലെവലുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ലേക്ക് ആവാം, എന്തും ആവാം, അതിന് പൊല്യൂട്ടഡ് ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൺസേൺഡ് അതോറിറ്റി ഇപ്പൊ ഡിസ്ട്രിക്ട് കളക്ടർ ആണെങ്കിൽ ഈ ഒരു ആക്ടിന്റെ അണ്ടറിൽ പെനാലിറ്റി പേ ചെയ്യേണ്ടി വരുന്നത് ഡിസ്ട്രിക്ട് കളക്ടർ അല്ലെങ്കിൽ ഈ പറയുന്ന എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഏതെങ്കിലും ഓഫീസർ ഉണ്ടെങ്കിൽ അവരായിരിക്കും അതിന്റെ ഗിൽറ്റി ആയിട്ട് വരുന്നത്, അല്ലെ ഒഫൻസിന് പേ ചെയ്യേണ്ടി വരുന്നത് അവരായിരിക്കാം. ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലെ HOD ആയിരിക്കാം. ഓക്കെ, സോ അല്ലെങ്കിൽ ഒരു കമ്പനി ആണെങ്കിൽ കമ്പനിയുടെ ഡയറക്ടർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടൈറ്റാനിയം, നമ്മുടെ ട്രിവാൻഡ്രം ടൈറ്റാനിയം ഇൻഡസ്ട്രി, അവർ ഈ പറയുന്ന വാട്ടർ ബോഡീസിലേക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് ഡംപ് ചെയ്ത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിൽ അത് പ്രൂവൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഡയറക്ടർ ആരാണോ പുള്ളിയാണ് അതിന്റെ ഒഫൻസ് ആയിട്ട് പേ ചെയ്യേണ്ടി വരുന്നത്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ലെജിസ്ലേഷൻസ് ഉണ്ട് ഇന്ത്യയിൽ. ഒരു 4 എണ്ണമാണ്. ഒന്ന് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് 2010, വർഷം ഓർത്തിരിക്കുക, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് 2010. പിന്നെ നമ്മൾ പറഞ്ഞ എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981, അതുപോലെ വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974. അതുപോലെ തന്നെ ഈ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986ന്റെ അണ്ടറിൽ ഒരു റൂള് പറയുന്നുണ്ട്, ഹസാർഡസ് വേസ്റ്റ് മാനേജ്മെന്റ് റെഗുലേഷൻസിന് വേണ്ടി ഒരു റൂള് പറയുന്നുണ്ട്. അതും ഒരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ലെജിസ്ലേഷൻ ആണ്. സോ ദ ഹസാർഡസ് വേസ്റ്റ് മാനേജ്മെന്റ് റെഗുലേഷൻസ് അണ്ടർ ദ 1986 എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. ഈ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിൽ തന്നെ വരുന്ന ഒരു റൂളാണ് ഹസാർഡസ് വേസ്റ്റ് മാനേജ്മെന്റ് റെഗുലേഷൻസ്. ഇത് കൂടാതെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ റിലേറ്റഡ് ലോസ് ആണ്. ആദ്യത്തേത് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്, വർഷം ഓർത്തിരിക്കുക, 1927. അതുപോലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന് ഒരു അമെന്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു, റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിവിഷൻ 2002 നടന്നത്. ദെൻ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980, പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് 1991, Protection of Plant Varieties and Farmers' Rights Act of 2001. Then നമ്മൾ നേരത്തെ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു ആക്ട് ആണ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ആക്ട് ഓഫ് 2002 എന്ന് പറയുന്നത്. ഓക്കെ, then the scheduled tribes and other traditional forest dwellers, recognition of forest rights act of 2006. so മുകളിലത്തെ 4 എണ്ണം ഇവിടെ 4 3 7 11 മൊത്തം 11 എൻവയോൺമെന്റൽ റിലേറ്റഡ് ലോസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 4 എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010 ആണെന്നുള്ളവർക്ക്, എയർ ആക്ട് 81, വാട്ടർ ആക്ട് 74, പിന്നെ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 72 ഓർത്തിരിക്കുക. അതുപോലെ ബയോഡൈവേഴ്സിറ്റി ആക്ട് 2002 ഓർത്തിരിക്കുക. ദെൻ സ്കെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ്, റിക്കഗ്നിഷൻ ഓഫ് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006. ഇത്രയും കാര്യങ്ങളാണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986.
സോ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഓഫ് 1986 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 2 ആക്ടുകളാണ് വാട്ടർ ആക്ടും എയർ ആക്ടും. 1984 ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് വന്നത്. സ്റ്റോക്ക്ഹോം കോൺഫറൻസിൽ പറഞ്ഞ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് കൂടുതൽ ഫോക്കസ് കൊടുത്തത്. ഈ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986 അണ്ടറിലാണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്സും ഫോം ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഇംപ്ലിമെന്റ് ചെയ്യാനും അതിനകത്തുള്ള പ്രൊവിഷൻസും ക്ലോസസും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് പവർ കൊടുത്തിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിനാണ്. എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത മേജർ ആക്ടുകൾ. അടുത്തത് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, നെപാക്. നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഒരു 8 നാഷണൽ ആക്ഷൻ പ്ലാൻസുകൾ ഉണ്ട്. ഓരോ ഇതിനു വേണ്ടി, ഇപ്പൊ സോളാറിന് വേണ്ടിയുണ്ട്, സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റിന് വേണ്ടിയുണ്ട്, ഹിമാലയൻ എക്കോസിസ്റ്റം കൺസർവേഷന് വേണ്ടിയുണ്ട്. അങ്ങനെ ഒരു 8 ലെവൽസ് അല്ലെങ്കിൽ 8 സ്റ്റേജസിലായിട്ടാണ് ഈ ഒരു ആക്ഷൻ പ്ലാൻ പോകുന്നത്. നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ലോഞ്ച് ചെയ്തത് 2008 ബൈ ദ പ്രൈം മിനിസ്റ്റേഴ്സ് കൗൺസിൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. PM കൗൺസിൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ അണ്ടറിൽ 2008 വന്ന ആക്ഷൻ പ്ലാൻ ആണ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇതിന്റെ മെയിൻ എയിം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ക്രിയേറ്റ് അവയർനെസ് എമംഗ് ദി പബ്ലിക്, അതുപോലെ തന്നെ ഡിഫറെന്റ് ഗവൺമെന്റ് ഏജൻസീസ്, സയന്റിസ്റ്റ്, ഇൻഡസ്ട്രീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് അബൌട്ട് ദി ത്രെറ്റ് posed by climate change and the steps to counter it. ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഉണ്ടാവാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു അവയർനെസ് പബ്ലിക്കിന് കൊടുക്കാനും ഗവൺമെന്റ് ഏജൻസികൾക്ക് കൊടുക്കാനും അതുപോലെ സയന്റിസ്റ്റുകൾക്ക്, ദെൻ കമ്മ്യൂണിറ്റികൾക്ക്, വൾണറബിൾ കമ്മ്യൂണിറ്റീസ്, ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, വൾണറബിൾ ഫോറസ്റ്റ് ഡ്വെല്ലിംഗ് കമ്മ്യൂണിറ്റീസ്, ഇൻഡസ്ട്രീസിനൊക്കെ കൊടുക്കാനായിട്ട് അതിന്റെ അവയർനെസ്, ഓവറോൾ അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ആക്ഷൻ പ്ലാനുകളുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. 8 നാഷണൽ മിഷൻസ് ആണ് ഇതിന്റെ അണ്ടറിൽ വന്നിരിക്കുന്നത്. ഇതൊരു ലോങ് ടേം ആയിട്ട് ഇന്റഗ്രേറ്റഡ് സ്ട്രാറ്റജീസ് ആണ്. അതായത് ഒരു ആക്ഷൻ പ്ലാൻ അച്ചീവ് ചെയ്യണമെങ്കിൽ അടുത്ത ആക്ഷൻ പ്ലാനിലും കുറെ വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിൽ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു ആക്ഷൻ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. സോ 8 എണ്ണം ഇതൊക്കെയാണ്. നാഷണൽ സോളാർ മിഷൻ, National Mission for Enhanced Energy Efficiency, National Mission on Sustainable Habitat, National Water Mission, National Mission for Sustaining the Himalayan Ecosystem, National Mission for a Green India, National Mission for Sustainable Agriculture, National Mission on Strategic Knowledge for Climate Change. ഈ 8 എണ്ണവും പഠിച്ചിരിക്കുക. നാഷണൽ സോളാർ മിഷൻ, എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി, സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്, വാട്ടർ മിഷൻ, സസ്റ്റൈനിങ് ദ ഹിമാലയൻ ഇക്കോസിസ്റ്റം, ഗ്രീൻ ഇന്ത്യ മിഷൻ, സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ മിഷൻ, ദെൻ സ്ട്രാറ്റജിക് നോളജ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. നമുക്കിനി ഇത് ഓരോന്നും എന്തൊക്കെയാണ്, ഈ ഓരോ മിഷൻസും എന്തൊക്കെയാണ്, ആ മിഷൻസ് അച്ചീവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ഫങ്ഷൻസ് ആൻഡ് ഗോൾസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും നോക്കാം. ആദ്യം അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇതിനൊരു 3-4 ഫീച്ചേഴ്സ് ഉണ്ട് ഈ നാപ്പാക്കിന്. അത് എന്തൊക്കെയാണെന്നുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് പുവർ ആൻഡ് വൾണറബിൾ കമ്മ്യൂണിറ്റീസിന്റെ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും അവരുടെ റൈറ്റ്സിന്റെ പ്രൊട്ടക്ഷനും. അതായത് ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് പുവർ ആൻഡ് വൾണറബിൾ ഗ്രൂപ്പ്സ് ആയിരിക്കും. സോ അവരുടെ പ്രൊട്ടക്ഷനും അവരുടെ ഇൻക്ലൂസീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ ഓവറോൾ നാഷണൽ ഗ്രോത്ത് അച്ചീവ് ചെയ്യുക, അതുവഴി ഇക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക. ഓക്കെ, സോ on the protection of poor and vulnerable communities from the after effects of climate change and to give them a sustainable and inclusive development strategy. രണ്ടാമത്തെ achievements of a national growth and thereby enhancing the ecological sustainability. മൂന്നാമത്തേത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിന്റെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള എമിഷൻസ്
മിറ്റിഗേറ്റ് ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷൻ ടെക്നോളജീസ് കൊണ്ടുവരിക, ഇതൊക്കെയാണ് മൂന്നാമത്തെ ഇവരുടെ ഫീച്ചേഴ്സ് ഇവർ ഉദ്ദേശിക്കുന്നത്, ഈ നെപാക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇന്റർനാഷണൽ കോർപ്പറേഷൻസ് എൻഷുർ ചെയ്യുക, ഇപ്പൊ റിച്ച് നേഷൻസ് പുവർ നേഷൻസിനെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുക, ഡെവലപ്പിംഗ് നേഷൻസിനെ ഡെവലപ്ഡ് നേഷൻസ് ഹെൽപ്പ് ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ടെക്നോളജീസും റിസർച്ചും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള വോളണ്ടറി മെക്കാനിസംസ്, പുതിയ പുതിയ എഞ്ചിനീയറിംഗ് ടെക്നോളജീസ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റിസർച്ചസ്, ഇതൊക്കെ കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്യിക്കുക, ഇതൊക്കെയാണ് നെപാക് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ദെൻ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്, കാര്യം ഗവൺമെന്റ് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പൊ പബ്ലിക് എന്റർപ്രൈസസ് അല്ലെങ്കിൽ പബ്ലിക് പ്രോജക്ട്സും പ്രൈവറ്റ് എന്റർപ്രണർഷിപ്സുമായിട്ട് ക്രോസ് ചെയ്തുകൊണ്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്സ് കൂടുതൽ എൻകറേജ് ചെയ്യുക, അതുവഴി കൂടുതൽ എക്കോളജിക്കൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടെക്നോളജീസ് ഇംപ്രൂവ് ചെയ്യിക്കുക, ഇതൊക്കെ അവരുടെ മെയിൻ വർക്ക്സ് ആയിരുന്നു. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്താണെന്ന് ഓർത്തിരിക്കുക. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ those gases that can absorb and emit radiant energy within the thermal infrared range. So നമ്മുടെ സ്പെക്ട്രം എടുക്കുകയാണെങ്കിൽ സ്പെക്ട്രത്തിലെ തെർമൽ ഇൻഫ്രാറെഡ് റേഞ്ചിനകത്ത് വരുന്ന എനർജിയെ അബ്സോർബ് ചെയ്യാനും എമിറ്റ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും ഉള്ള ഗ്യാസസ് കഴിവുള്ള ഗ്യാസസിനെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. വാട്ടർ വേപ്പർ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ് ആൻഡ് ഓസോൺ. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ നമ്മുടെ എർത്തിന്റെ സർഫസിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൽ ഇല്ലായിരുന്നുവെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം നമ്മുടെ എർത്തിലേക്ക് എത്തിയിട്ട് തിരിച്ച് അതുപോലെ തന്നെ റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകും. ആ തിരിച്ചു പോകുമ്പോഴത്തേക്കും എർത്തിന്റെ ടെമ്പറേച്ചർ ഏതാണ്ട് -18°C ആവുന്നത്. ആ -18°C ലൈഫ് സസ്റ്റെയിൻ ചെയ്യില്ല. ഓക്കെ, സോ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട്, വരുന്ന സോളാർ എനർജി പ്രിസർവ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വരുന്ന റേഡിയേഷൻ, സണ്ണിൽ നിന്ന് വരുന്ന റേഡിയേഷനെ അബ്സോർബ് ചെയ്ത് നിർത്തുന്നുണ്ട്. തിരിച്ചു പോകുന്ന സണ്ണിൽ നിന്ന് വന്ന് എർത്തിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പോകുന്ന റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്ത് നിർത്തി എർത്തിന്റെ ഒരു ആവറേജ് ടെമ്പറേച്ചർ 15°C സെൽഷ്യസ് എത്തിക്കാനായിട്ട് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസും അതുപോലെ റാപ്പിഡ് അർബനൈസേഷൻ, ഓവർ പോപ്പുലേഷൻ, അതുപോലെ മൈനിങ് ആക്ടിവിറ്റീസ്, ഇതൊക്കെ കാരണം ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിന്റെ റേറ്റ് വളരെ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആവുകയും കൂടുതൽ ടെമ്പറേച്ചർ എർത്തിന്റെ സർഫസിൽ തങ്ങി നിൽക്കുകയും അങ്ങനെ എർത്തിന്റെ ടെമ്പറേച്ചർ കൂടി ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു എഫക്റ്റിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇതിന് കാരണക്കാരായ ഗ്യാസുകളെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ. നമ്മളിതിന് ഓരോ മിഷൻസ് ആയിട്ട് പഠിക്കുകയാണ്. ആദ്യത്തേത് നാഷണൽ സോളാർ മിഷൻ. ഇതിന് ജവഹർലാൽ നെഹ്റു നാഷണൽ സോളാർ മിഷൻ എന്നും പറയുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയുടെ അണ്ടറിലാണ് ഈ മിഷൻ വർക്ക് ചെയ്യുന്നത്. 2010-ലാണ്. 2008 ഈ നെപാക് എന്ന് പറഞ്ഞ 8 മിഷൻസും വന്നുവെങ്കിലും 2010 ഓൺവേർഡ്സ് ആണ് ഇവരുടെ അണ്ടറിൽ ഓരോ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് വൺ ആണ് ഗ്രിഡ് പാരിറ്റി ബൈ 2022 ആൻഡ് വിത്ത് കോൾ ബേസ്ഡ് തെർമൽ പവർ ബൈ 2030. ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി കോൾ ബേസ്ഡ് തെർമൽ പവർ ഫുൾ ആയിട്ട് 2030 അച്ചീവ് ചെയ്യണമെന്നും ഗ്രിഡ് പാരിറ്റി 2022 അച്ചീവ് ചെയ്യണമെന്നുള്ളൊരു എയിം ഈ മിഷനിൽ പറയുന്നുണ്ട് അവര്. അതുപോലെ തന്നെ സോളാർ എനർജി, ഇന്ത്യയുടെ സോളാർ എനർജിയുടെ ഷെയർ വളരെ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ദിവസം SDG ഗോൾസ് പഠിച്ചപ്പോൾ അതുപോലെ തന്നെ ഇന്റൻഡഡ് നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ സോളാർ എനർജി അല്ലെങ്കിൽ സോളാർ വിൻഡ് അതുപോലുള്ള നോൺ ഫോസിൽ ഫ്യൂൽസിൽ നിന്നുള്ള എനർജി 175 GW ആയിട്ട് ബൈ 2022 കൂടി ഇൻക്രീസ് ചെയ്യാനായിട്ട് എയിം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ മിഷന്റെ അണ്ടറിൽ കൊളാബറേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഈ പറയുന്ന സോളാർ മിഷൻ എൻഹാൻസ് ചെയ്യാനുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഡീസെൻട്രലൈസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ, ചീപ്പർ ആൻഡ് കൺവെൻഷണൽ സോളാർ പവർ സിസ്റ്റംസ് കൂടുതലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഈ മിഷന്റെ അണ്ടറിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്.
ഈ ഒരു മിഷൻ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഫങ്ഷൻസ് ആൻഡ് ഗോൾസ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? അതിനുവേണ്ടി അവർ സോളാർ വാട്ടർ ഹീറ്റേഴ്സ് മാൻഡേറ്ററി ആക്കി. എല്ലാ ബിൽഡിങ്സിലും സോളാർ വാട്ടർ ഹീറ്റേഴ്സ് മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. അതുവഴി കൂടുതൽ കൊമേഴ്ഷ്യലി വയബിൾ സോളാർ ഹീറ്റിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു പ്രൂവൺ ആയിട്ടുള്ള ഇതിലാണ് സോളാർ വാട്ടർ ഹീറ്റേഴ്സ് മാൻഡേറ്ററി ആക്കിയത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ റിമോട്ട് വില്ലേജ് ഇലക്ട്രിഫിക്കേഷൻ പ്രോഗ്രാം യൂസിങ് സോളാർ പവർ. സോളാർ പവർ ഉപയോഗിച്ച് കൂടുതൽ റിമോട്ട് ഏരിയാസിൽ ഇലക്ട്രിഫിക്കേഷൻ പ്രോഗ്രാം അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ക്രിയേറ്റിംഗ് കണ്ടീഷൻസ് ഫോർ റിസർച്ച് ആൻഡ് ആപ്ലിക്കേഷൻ. ഈ പറയുന്ന സോളാർ എനർജിയിൽ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാം, അതിനുവേണ്ടി പുതിയ ടെക്നിക്സ് എന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം, ആ ടെക്നിക്സ് ഇംപ്ലിമെന്റ് ചെയ്ത് എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവ് ആക്കാം, എഫിഷ്യൻസി എങ്ങനെ കൂട്ടാം, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള റിസർച്ച് ആൻഡ് അനാലിസിസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ it is hoped by the end of the third phase 2022 India should have installed 20,000 megawatt of solar power. 20,000 megawatt of solar power. ഇത് 2013 അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സെന്റൻസിന്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: by the year of 2022 the climate change action plan of government of India aims at installing എന്ന് പറഞ്ഞിട്ട് ഒരു 4 ഓപ്ഷൻ തന്നു. 20,000 megawatt of solar power, 20,000 megawatt of wind power, 25,000 megawatt of solar power, 25,000 megawatt of wind power. ഇങ്ങനെ ഒരു 4 ഓപ്ഷൻസ് ആണ് തന്നത്. സോ ഇത് ഓർത്തിരിക്കുക. സോളാർ മിഷന്റെ അണ്ടറിൽ ഏതാണ്ട് 2022 മൂന്നാമത്തെ ഫേസ് ആണ് 2022 എന്ന് പറയുന്നത്. 2022 20,000 മെഗാവാട്ട് സോളാർ പവർ ഇൻസ്റ്റാൾ ചെയ്യാനാണ് ഈ നാഷണൽ ക്ലൈമറ്റ് ചേഞ്ച് ആക്ഷൻ പ്ലാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ആ പോയിന്റ് ശ്രദ്ധിച്ച് ഓർത്തിരിക്കുക. അതുപോലെ ഇത് സോളാർ വാട്ടർ ഹീറ്റേഴ്സ് മാൻഡേറ്ററി ആക്കിയിരിക്കുന്നത്, ബിൽഡിംഗ്സിൽ മാൻഡേറ്ററി ആക്കിയിരിക്കുന്നത് ഈ പറയുന്ന മിഷന്റെ അണ്ടറിലാണ്. അതുപോലെ റിമോട്ട് വില്ലേജ് ഇലക്ട്രിഫിക്കേഷൻ സോളാർ പവർ യൂസ് ചെയ്യുന്നുള്ളത് സോളാർ മിഷന്റെ ഇതിലാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 2022 20,000 മെഗാവാട്ട് ഓഫ് സോളാർ പവർ ഇൻസ്റ്റലേഷൻ കപ്പാസിറ്റി ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. Next, National Mission for Enhanced Energy Efficiency. National Mission for Enhanced Energy Efficiency. ഇതിനകത്ത് തന്നെ നമുക്ക് കിട്ടും ഒരു എനർജി എഫിഷ്യൻസി പവർ മിനിസ്റ്റർ അല്ലെങ്കിൽ മിനിസ്റ്റർ ഓഫ് പവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മിഷൻ ആണ്. ഓക്കെ, സോളാർ മിഷൻ ആണെങ്കിൽ നമ്മൾ ഏത് മിനിസ്ട്രിയുടെ അണ്ടറില പറഞ്ഞത്? ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. ഓർത്തിരിക്കണം ഓരോ മിഷനും ഏത് മിനിസ്ട്രിയാണ്. സോളാർ മിഷൻ ആണെങ്കിൽ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി. നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി ആണെങ്കിൽ മിനിസ്ട്രി ഓഫ് പവർ. 2001 എനർജി കൺസർവേഷൻ ആക്ടിന്റെ ബേസിസിലാണ് ഈ ഒരു ആക്ഷൻ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തത്. സോ ഏത് ആക്ടിന്റെ അണ്ടറിലാണ് നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി ഇംപ്ലിമെന്റ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അത് എനർജി കൺസർവേഷൻ ആക്ട് ഓഫ് 2001 ആണ്. ഇവർ മെയിൻ ആയിട്ട് ഈ ഒരു മിഷനിലൂടെ ഫോക്കസ് ചെയ്യുന്നത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള എനർജി എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക, കൂടുതൽ ക്ലീനർ ഫ്യൂവൽസ്, അതായത് മെയിൻലി നോൺ ഫോസിൽ ഫ്യൂവൽ ബേസ്ഡ് സോഴ്സസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. സോളാർ, വിൻഡ്, വേവ്സ്, ജിയോ തെർമൽ അതുപോലുള്ള നോൺ ഫോസിൽ ഫ്യൂവൽ ബേസ്ഡ് റിസോഴ്സസ്, അതായത് ക്ലീനർ ഫ്യൂവൽസ്. അതുപോലെ കൊമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള ടെക്നോളജീസ് ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുക, കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ മെഷീന്റെ മെയിൻ എയിംസ് എന്ന് പറയുന്നത്. അതുവഴി കൂടുതൽ എനർജി എഫിഷ്യൻസി ഡെവലപ്പ് ചെയ്യുക. എനർജി എഫിഷ്യൻസി ഡെവലപ്പ് ആയി കഴിയുമ്പോഴത്തേക്ക് വളരെ കുറച്ച് ഗ്രീൻ ഹൗസ് ഗ്യാസസും പൊല്യൂട്ടൻസും ആയിരിക്കും അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ആവുന്നത്. സോ അതുവഴി നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ എൻവയോൺമെന്റൽ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഈ മിഷൻസിന്റെ എയിമുകളാണ്. ഓക്കെ, അതിനുവേണ്ടി അവർ ചെയ്ത കാര്യങ്ങൾ അവയർനെസ് സ്പ്രെഡ് ചെയ്യുക, എങ്ങനെയാണ് എഫിക്കസിയും എഫിഷ്യൻസിയും ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ ആഡിക്വേറ്റ് സപ്ലൈ ഓഫ് എനർജി എഫിഷ്യന്റ് പ്രോഡക്ട്സ് എൻഷുർ ചെയ്യുക, ഫൈനാൻസിങ് പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പറയുന്ന എനർജി എഫിഷ്യൻസി മെക്കാനിസംസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അതിന്റെ മോണിറ്ററിങ്ങും ഇവാലുവേഷൻ മെക്കാനിസവും ഒക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് നോക്കുക. അതുവഴി ഒരു ട്രാൻസ്പെറന്റ് ഫിനാൻസിങ് മാനർ അവിടെ എൻഷുർ ചെയ്യുക. ദെൻ മാർക്കറ്റ് ഫെയിലിയേഴ്സിന് ഓവറും പുതിയ പുതിയ പോളിസി മെഷേഴ്സും റെഗുലേറ്ററി മെഷേഴ്സും ഒക്കെ കൊണ്ടുവന്ന് മാർക്കറ്റിൽ ഉണ്ടാവുന്ന അടിക്കടി ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഈ പറയുന്ന എനർജി എഫിഷ്യൻസി ഇഷ്യൂസ് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഓവർകം ചെയ്യുക. സോറി കേട്ടോ, ഇവിടെ എന്തൊക്കെയോ പ്രചരണത്തിന്റെ ഇത് നടക്കാതിന്റെയാണ് ഈ സൗണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നോ? മൂന്നാമത്തെ മിഷൻ
നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ്. ഇതിന്റെ എല്ലാം മിനിസ്ട്രി ഒന്ന് ഓർത്തിരിക്കണേ. നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഗവൺ ചെയ്യുന്ന ബോഡി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെന്റ് ആണ്. അർബൻ ഏരിയാസിൽ കൂടുതൽ ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് വളരെ കുറവ് മാത്രം ബാധിക്കുന്ന രീതിയിൽ ഒരു മിറ്റിഗേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ മെഷേഴ്സ് കൊണ്ടുവരിക. ഇതാണ് ഈ ഒരു മിഷന്റെ എയിം എന്ന് പറയുന്നത്. അതിന് ഒരുപാട് അജണ്ടാസ് അവർ പറയുന്നുണ്ട്. അതായത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ബിൽഡിംഗ് എനർജി എഫിഷ്യന്റ് ആയിട്ട് ഈ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റിൽ എനർജി എഫിഷ്യന്റ് ബിൽഡിംഗ്സ് കൺസ്ട്രക്ട് ചെയ്യുക, അതുപോലെ പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ മെക്കാനിസംസ് ബിൽഡിംഗ്സിൽ എൻഷുർ ചെയ്യുക, പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം കൂടുതൽ എൻഷുർ ചെയ്യുക, അതുവഴി വളരെ കുറവ് ഗ്രീൻ ഹൗസ് ഗ്യാസസിനെയും പൊല്യൂട്ടൻസിനെയും അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുക, ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ചസുകൾ അർബൻ ഏരിയാസിൽ കൊണ്ടുവരിക. ഇതൊക്കെയാണ് അവരുടെ മെയിൻ എയിംസ്. ഇതിനുവേണ്ടി അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ്. അതായത് സോളിഡ് ആൻഡ് ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് ചെയ്യുക, അതുവഴി നമുക്ക് ഒരു സോളിഡ് ആൻഡ് ലിക്വിഡ് വേസ്റ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അതുവഴി കൂടുതൽ വേസ്റ്റ് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് ഈ പറയും പോലെ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് എനർജി മെക്കാനിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം റീസൈക്കിൾ ചെയ്യുക, റീയൂസ് ചെയ്യാൻ പറ്റുന്നത് റീയൂസ് ചെയ്യുക, കമ്പോസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്നതിനെ കമ്പോസ്റ്റിംഗ് ചെയ്യുക. ഇതൊക്കെ ഇത് അച്ചീവ് ചെയ്യാനായിട്ട് അവരെടുത്ത ഫങ്ഷൻസ് ആണ്. അതുപോലെ ഓൾട്ടർനേറ്റീവ് ട്രാൻസ്പോർട്ട് സിസ്റ്റം കൂടുതലായിട്ട് എൻകറേജ് ചെയ്യുക. അതുവഴി കൂടുതൽ ഒരാൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഒരു കാർ ഉപയോഗിക്കുന്നതിൽ നല്ലത് അയാൾക്ക് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ എനർജി എഫിഷ്യന്റും ആണ്. അതുപോലെ തന്നെ ഫ്യൂവൽ കൺസംഷനും അവിടെ നടക്കുന്നുണ്ട്. അവിടെ കുറച്ച് ഫോസിൽ ഫ്യൂവൽ അപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ, കുറച്ച് ഗ്രീൻ ഹൗസ് ഗ്യാസ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നുള്ളൂ. സോ ഒരു ഓൾട്ടർനേറ്റീവ് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് കൂടുതലായിട്ട് എൻകറേജ് ചെയ്യും. ഇപ്പൊ CNGs പോലുള്ളത് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ബയോ നാച്ചുറൽ ഗ്യാസ് പോലുള്ള ഉപയോഗിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള ഓൾട്ടർനേറ്റീവ് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് എൻകറേജ് ചെയ്യുക. സൈക്കിൾസ് കൂടുതലായിട്ട് എൻകറേജ് ചെയ്യുക. ദെൻ ഗ്രീൻ റേറ്റിംഗ് ഉള്ള ബിൽഡിങ്ങുകൾക്ക് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് അങ്ങോട്ട് കൊടുക്കുക. അതായത് ഇപ്പൊ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിട്ട് ആ ബിൽഡിങ്ങുകളിൽ ഇലക്ട്രിസിറ്റി സോളാർ എനർജി ഉപയോഗിച്ചാണ് യൂസ് ചെയ്യുന്നത്. അവിടുത്തെ എംപ്ലോയീസ് ഈ പറയുന്ന കണക്ക് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ വഴി അവരുടെ കാർബൺ ഫുട് പ്രിന്റ് റെഡ്യൂസ് ചെയ്യുന്നു. സോ ദേ ഹാവ് എ ഗുഡ് ഗ്രീൻ റേറ്റിംഗ്. അങ്ങനെ വരുമ്പോൾ ആ കമ്പനിക്ക് അങ്ങോട്ടേക്ക് ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് കൊടുക്കുക. അപ്പൊ അവർക്ക് കുറെ കൂടെ അച്ചീവ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആയിരിക്കും. ഇതൊക്കെ ഈ ഒരു മിഷന്റെ അണ്ടറിൽ അവർ പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ പ്രോപ്പർ ആയിട്ട് വേസ്റ്റ് ട്രീറ്റ്മെന്റ് നടക്കുക, ബെറ്റർ ഡിസൈൻഡ് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുക. നമ്മൾ ഇപ്പോഴത്തെ റെയിൽവേസിലൊക്കെ യൂസ് ചെയ്യുന്നതിനകത്ത് ബയോ ടോയ്ലറ്റ്സ് കൂടുതലായിട്ട് കൺസ്ട്രക്ട് ചെയ്യുക. അതുവഴി വേസ്റ്റ് മെറ്റീരിയൽസിനെ കമ്പോസ്റ്റിംഗ് ആയിട്ടോ മാനുവർ ആയിട്ടോ നമുക്ക് മാറ്റാൻ പറ്റും. അടുത്തത് നാഷണൽ വാട്ടർ മിഷൻ ആണ്. നാഷണൽ വാട്ടർ മിഷൻ ഇത് മിനിസ്ട്രി ഓഫ് വാട്ടർ റിസോഴ്സസ്, റിവർ ഡെവലപ്മെന്റ് ആൻഡ് ഗംഗ റെജുവിനേഷൻ. മിനിസ്ട്രി ഓഫ് വാട്ടർ റിസോഴ്സസ്, റിവർ ഡെവലപ്മെന്റ് ആൻഡ് ഗംഗ റെജുവിനേഷൻ മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വന്നിരിക്കുന്നത്. മെയിൻ ആയിട്ട് വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ്, വാട്ടർ കൺസർവേഷൻ, ലെസ് വേസ്റ്റേജ് ഓഫ് വാട്ടർ ആൻഡ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മിഷനിലൂടെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുപോലെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇന്ത്യ ആയാലും വേൾഡ് ആയാലും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന ലാൻഡ് സബ്സിഡൻസ്. ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലും വാട്ടർ ടേബിൾ, എക്സാമ്പിൾ ആന്ധ്രാപ്രദേശ്, തെലങ്കാന റീജിയൻസിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ വാട്ടർ ടേബിൾ മുൻപുണ്ടായിരുന്നതിനേക്കാൾ മീറ്റേഴ്സ് താഴെയാണ് ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്നത്. വേൾഡ് ലെവലിൽ എടുത്താൽ ജക്കാർത്ത ഒരു ഫൈൻ എക്സാമ്പിൾ ആണ്. ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ട് ചെയ്താണ് അവിടെ ഡ്രിങ്കിങ് വാട്ടർ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് കാരണം ജക്കാർത്ത ഇപ്പം വളരെ അലാമിംഗ് റേറ്റിൽ സബ്സൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരവരുടെ ക്യാപിറ്റൽ, ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ ജക്കാർത്തയിൽ നിന്ന് അവർ ബോർണിയോയിലേക്ക് മാറ്റാനായിട്ട് ഇപ്പൊ നോക്കുകയാണ്. അവരുടെ മറ്റൊരു ഐലൻഡ് അവർ ഗ്രൂപ്പ് പേരുണ്ട്, അതിന്റെ കറക്റ്റ് പേര് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ജക്കാർത്ത എന്നുള്ള ആ ഒരു ക്യാപിറ്റൽ സിറ്റി അവർ അവിടെ നിന്ന് മാറ്റുകയാണ് ഈ പറയുന്ന ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന സബ്സിഡൻസ് കാരണം. ഓക്കെ. അതുപോലെ ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് തന്നെ ഗ്രൗണ്ട് വാട്ടർ കൂടുതലായിട്ട് പൊല്യൂട്ട് ആവുന്നുണ്ട്. പ്രോപ്പർ ആയിട്ട് ഒരു വെറ്റ്ലാൻഡ് പ്രൊട്ടക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആവശ്യത്തിന് വാട്ടർ കണ്ടന്റ് വാട്ടർ ടേബിളിൽ എത്തുന്നില്ല. സോ ഇറ്റ് ക്യാൻ ലീഡ്സ് ടു ഡ്രൗട്ട് ആൻഡ് സ്കാസിറ്റി ഓഫ് വാട്ടർ. ഇതിനെല്ലാം മിറ്റിഗേറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടെ വന്ന മിഷനാണ് നാഷണൽ വാട്ടർ മിഷൻ. മെയിൻ ആയിട്ട് ഇവർ അതിനുവേണ്ടി ചെയ്യുന്ന ഫങ്ഷൻസും ഗോൾസും എന്ന് പറയുന്നത് ഡേറ്റ കളക്ട് ചെയ്യുക, ഹൈഡ്രോളജിക്കൽ ഡേറ്റാസ്, വെതർ സ്റ്റേഷൻസിൽ നിന്നുള്ള ഡേറ്റാസ്, അതുപോലെ ക്ലൈമറ്റ് സെൻസിറ്റീവ് റീജിയൻസിൽ നിന്നുള്ള വാട്ടർ പ്രോജക്ട്സ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഡേറ്റാസ്, ഇതൊക്കെ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്യുക. അതുപോലെ വാട്ടർ പ്യൂരിഫിക്കേഷൻ ആൻഡ് ഡിസലൈനൈസേഷൻ ടെക്നിക്സ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക. ഗ്രൗണ്ട് വാട്ടർ സോഴ്സസിന്റെ മാനേജ്മെന്റിന് വേണ്ടി ബില്ലുകൾ കൊണ്ടുവരിക, റെഗുലേഷൻസ് കൊണ്ടുവരിക.
ഇതൊക്കെ അവരുടെ ഫങ്ഷൻസ് ആൻഡ് ഗോൾസ് ആണ്. കൂടുതൽ റിസർച്ച് ചെയ്യുക, വാട്ടർ എഫിഷ്യൻസി എങ്ങനെ ഇൻഡസ്ട്രീസിൽ വാട്ടർ യൂസ് എഫിഷ്യൻസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതൊക്കെ. അതുപോലെ ഇൻസെന്റീവ്സ് ഫോർ വാട്ടർ ന്യൂട്രൽ ആൻഡ് പോസിറ്റീവ് ടെക്നോളജീസ്. ഇപ്പൊ ഒരു ബിൽഡിംഗിൽ വാട്ടർ അവർ യൂസ് ചെയ്യുന്ന വേസ്റ്റ് വാട്ടർ അത് റീസൈക്കിൾ ചെയ്ത് ഇപ്പൊ ഗാർഡനിങ് പെർപ്പസസിനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫ്ലോർ ക്ലീനിങ് പെർപ്പസിനോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഗിവ്സ് ദം ആൻ ഇൻസെന്റീവ്സ്. അവർക്ക് കൂടുതൽ പൈസ അങ്ങോട്ട് കിട്ടും. കാര്യം അവരത് വാട്ടർ ന്യൂട്രൽ ആയിട്ടും പോസിറ്റീവ് ടെക്നോളജീസിലേക്കുമാണ് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മുടെ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും കിച്ചൺ വേസ്റ്റ് വാട്ടറും ടോയ്ലറ്റ് വേസ്റ്റ് വാട്ടറും 2 ഡ്രെയിനേജിലൂടെ ആയിരിക്കും പോവുക. അതിൽ കിച്ചൺ വേസ്റ്റ് വാട്ടർ ആയിട്ട് വരുന്നതിനെ അവര് റീസൈക്കിൾ ചെയ്തിട്ട് they will use it for watering the gardens. ഈ ഒരു മിഷന്റെ അണ്ടറിൽ അവര് വാട്ടർ പോളിസി, നാഷണൽ വാട്ടർ പോളിസിയെ കുറെ കൂടെ അതിനെ റിവ്യൂ ചെയ്ത് കുറെ കൂടി ഇന്റഗ്രേറ്റഡ് അപ്രോച്ചസ് കൊണ്ടുവരിക. അതുപോലെ കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ് ഇവാപറേഷൻ മാനേജ്മെന്റ്. അതായത് ഒരു വാട്ടർ ബോട്ടിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകുന്ന ഇവാപറേറ്റ് ചെയ്ത് പോകുന്ന വാട്ടർ എത്രയാണ്, ആ സെയിം വാട്ടർ എമൗണ്ട് തിരിച്ച് നമുക്ക് റെയിൻ വാട്ടർ ആയിട്ട് തിരിച്ച് കിട്ടുന്നുണ്ടോ, ഇതിനൊക്കെയാണ് ഒരു ഇവാപറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. ഒരു സിറ്റിസൺ ബേസ്ഡ് ആയിട്ടുള്ള കൺസർവേഷൻ അപ്രോച്ചും പ്രിസർവേഷൻ അപ്രോച്ചും ആളുകൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയൊക്കെ കൺസേർവ് ചെയ്യാം, എങ്ങനെയൊക്കെ പ്രിസർവ് ചെയ്യാം, അതിനെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക. ഓവർ എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള വാട്ടർ ഓവർ എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുള്ള ഏരിയാസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതൊക്കെ ഈ മിഷന്റെ ഫോക്കസ് ആണ്. നെക്സ്റ്റ്, നാഷണൽ മിഷൻ ഫോർ സസ്റ്റെയിനിങ് ദ ഹിമാലയൻ ഇക്കോസിസ്റ്റം. ഇത് ഓർത്തിരിക്കണം. ഇത് വരുന്നത് മിനിസ്ട്രി അല്ല, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, PMO ഓഫീസിന്റെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അണ്ടറിലാണ് നാഷണൽ മിഷൻ ഫോർ സസ്റ്റെയിനിങ് ദ ഹിമാലയൻ ഇക്കോസിസ്റ്റം. ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. മെയിൻ ആയിട്ട് ആ വാക്കിൽ തന്നെ നമുക്കുണ്ട് ഹിമാലയൻ ഇക്കോസിസ്റ്റത്തിന്റെ പ്രൊട്ടക്ഷൻ, സസ്റ്റൈനബിൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള മിഷനാണിത്. മെയിൻലി ഹിമാലയൻ ഗ്ലേഷ്യേഴ്സ്, അവിടുത്തെ മൗണ്ടെയിൻ ഇക്കോസിസ്റ്റംസ്, ബയോഡൈവേഴ്സിറ്റി, വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ, ഇതൊക്കെയാണ് അവരെ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഹിമാലയൻ ഗ്ലേഷ്യേഴ്സ് അലാമിംഗ് റേറ്റിൽ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മെൽറ്റിംഗ് എന്ന് പറയുന്നത് ഇവ 2001 നോക്കിയ റേറ്റ് ആണെങ്കിൽ ആ റേറ്റിന്റെ 30% കൂടുതലാണ് അറ്റ് പ്രസന്റ് ഹിമാലയൻ ഗ്ലേഷ്യേഴ്സിന്റെ മെൽറ്റിംഗ് എന്ന് പറയുന്നത്. ഹിമാലയൻ ഗ്ലേഷ്യേഴ്സിന്റെ മെൽറ്റിംഗ് കാരണം ഈ പറയുന്ന നമുക്ക് സീ ലെവൽ റൈസ് ഉണ്ടാവാം, ലാൻഡ് സബ്സിഡൻസ് ഉണ്ടാവാം, ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവും. ഈ അടുത്തിടയ്ക്ക് ഉത്തരാഖണ്ഡിൽ ഒരു GLOF ഉണ്ട് അല്ലെ, ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേർസ്റ്റ് ഫ്ലഡ്, GLOF എന്നാ പറയുന്നത്. ഈ ഗ്ലേഷ്യൽ ലേക്സിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഗ്ലേഷ്യൽ ലേക്സ് അടർന്ന് വീണ് അത് ഈ പറയുന്ന റിവർ സൈഡിലേക്ക് വീഴുകയും അവിടുന്ന് വാട്ടർ വോളിയം കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്ത് അതൊരു ഫ്ലഡ് കണ്ടീഷൻസിലേക്ക് പോവുകയും ചെയ്യും. അതിനെയാണ് GLOF എന്ന് പറയുന്നത്. ഹിമാലയൻ ഗ്ലേഷ്യേഴ്സിന്റെ ഗ്ലോബൽ വാർമിംഗ് കാരണം ഹിമാലയൻ ഗ്ലേഷ്യേഴ്സ് അലാമിംഗ് റേറ്റിൽ മെൽറ്റ് ആവുന്നുണ്ട്. ഈ മെൽറ്റിംഗ് ആണ് GLOF-ഉം സീ ലെവൽ റൈസിനും ഒക്കെ കാരണമാകുന്നത്. അതുകൂടാതെ ഈ കുറെ വർഷങ്ങളായിട്ട്, മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ഈ ഗ്ലേഷ്യേഴ്സിൽ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പല വൈറസസും മൈക്രോ ഓർഗാനിസംസും ബാക്ടീരിയാസും ഒക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി. ഇറ്റ് ക്യാൻ കോസ് ന്യൂ ഡിസീസസ്, ക്യാൻ കോസ് സം കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. സോ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മിഷൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ സ്നോ ലെപ്പേർഡ് കൺസർവേഷൻ, അവിടെ ഉള്ള ഒരു വൈൽഡ് ലൈഫ് ആണ് സ്നോ ലെപ്പേർഡ്. അതിന്റെ കൺസർവേഷന് വേണ്ടിയിട്ടുള്ള കുറെ പ്രോജക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഇതിന്റെ മെയിൻ അച്ചീവ് ചെയ്യാനുള്ള മെയിൻ ഫങ്ഷൻസ് ആൻഡ് ഗോൾസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ആൻഡ് നോളജ് കപ്പാസിറ്റീസ് ആണ്. അതായത് ഇതിനെക്കുറിച്ച്, ഈ ഒരു എക്കോ സിസ്റ്റത്തിനെ കുറിച്ച്, അതിന്റെ ഫ്രജൈലിറ്റിയെ കുറിച്ചൊക്കെ അറിയാവുന്ന ഒരു ട്രെയിൻഡ് പേഴ്സണലിനെ അപ്പോയിന്റ് ചെയ്യുക. അതുവഴി അതിന്റെ വൾണറബിലിറ്റിയും ആ റീജിയൻസിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെ കുറിച്ചുള്ള നോളജ് കളക്ട് ചെയ്യുക. ആ നോളജ് അവിടുത്തെ വൾണറബിൾ സൊസൈറ്റീസ്, വൾണറബിൾ കമ്മ്യൂണിറ്റീസുമായിട്ട് ഷെയർ ചെയ്യുക, വേൾഡ് സിനാരിയോ ആയിട്ട് ഷെയർ ചെയ്യുക. ഇതൊക്കെയാണ് അതിന്റെ മെയിൻ ഫങ്ഷൻസ്. ഒരു ലോങ് ടേം ഒബ്സർവേഷൻസ് കൊണ്ടുവരിക. എങ്ങനെയാണ് ഈ ഒരു മെൽറ്റിംഗ് പാറ്റേൺ എന്താണ്, മെൽറ്റിംഗിന്റെ റേറ്റ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്, അവിടുത്തെ വൈൽഡ് ലൈഫ് ഡിക്ലൈനിങ് ആണോ, വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാം, അതിനെക്കുറിച്ച് ഒരു വാർണിംഗ് ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ കൊടുക്കാം. പിന്നെ അതിനാവശ്യമായിട്ടുള്ള പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുക. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ പറയുന്ന ഒരു ചേഞ്ചസ് ഓഫ് നേച്ചറും ഹ്യൂമൻ ലൈഫും തമ്മിലുള്ള ഒരു ബാലൻസ് കൊണ്ടുപോയി ആ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ലിങ്കേജസ് എങ്ങനെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു സ്ട്രോങ് ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഗ്ലേഷ്യോളജി, മോഡേൺ സെന്റർ ഫോർ ഗ്ലേഷ്യോളജി, ഡേറ്റ കളക്ഷൻ, ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരിക. ഇവിടെയുള്ള ഈ ഏരിയാസിൽ, ഈ ഹിമാലയൻ റീജിയൻസിലുള്ള നാച്ചുറൽ റിസോഴ്സസിന്റെ മാപ്പിംഗ് കൂടുതൽ നന്നായിട്ട് നടത്തുക. അതുവഴി അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക.
എക്സ്പേർട്സിന് ട്രെയിനിങ് കൊടുക്കുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ മിഷന്റെ അണ്ടറിൽ പറയുന്നത്. നാഷണൽ മിഷൻ ഫോർ ഗ്രീൻ ഇന്ത്യ. ആ വാക്യം തന്നെ നമുക്കറിയാം, അത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇന്ത്യയെ കൂടുതൽ ഫോറസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഇന്ത്യയുടെ ഡിഫോറസ്ട്രേഷൻ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി, ഡിഫോറസ്ട്രേഷൻ റേറ്റ് കുറയ്ക്കുക, ബയോഡൈവേഴ്സിറ്റി ലോസ് കുറയ്ക്കുക, കൂടുതൽ ഫോറസ്റ്റ് കവർ ഇൻക്രീസ് ചെയ്യുക, ഫോറസ്റ്റ് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുക, നശിച്ചു പോയ ഡീഗ്രേഡഡ് ഫോറസ്റ്റിനെ റിവൈവ് ചെയ്യുക, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു പദ്ധതി ഫോക്കസ് ചെയ്യുന്നത്. അതുവഴി ക്ലൈമറ്റ് ചേഞ്ചിനെ ഉണ്ടാക്കുന്ന ചാലഞ്ചസിന് കൂടുതലായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുക. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കാർബൺ സിങ്ക്, ഓഷ്യൻ ഒരു കാർബൺ സിങ്ക് ആണ്, ഫോറസ്റ്റ് ഒരു കാർബൺ സിങ്ക് ആണ്, വെറ്റ്ലാൻഡ് ഒരു കാർബൺ സിങ്ക് ആണ്. സോ ഇവിടെ നമ്മൾ ഗ്രീൻ ഇന്ത്യ മിഷൻ ആണ്. സോ അതുവഴി നമ്മൾ കാർബൺ സിങ്ക് ഇൻക്രീസ് ചെയ്യുകയാണ്. കൂടുതൽ സസ്റ്റൈനബിൾ ഫോറസ്റ്റ് വെച്ചുപിടിപ്പിക്കുന്നതിലൂടെ കാർബൺ സിങ്ക് ഇൻക്രീസ് ചെയ്യുകയാണ്. അതുപോലെ കൂടുതൽ ഫോറസ്റ്റ് കവർ വരുമ്പോഴേക്കും കൂടുതൽ സ്പീഷീസിന് ഹാബിറ്റാറ്റ് കിട്ടുന്നുണ്ട്, ഫുഡ് കിട്ടുന്നുണ്ട്, ഷെൽട്ടർ കിട്ടുന്നുണ്ട്. സോ ഇറ്റ് വിൽ ഇൻക്രീസ് ദ റെസിലിയൻസ് ഓഫ് ദി വൾണറബിൾ സ്പീഷീസ് ആൻഡ് ഹെൽപ് ദം ടു അഡാപ്റ്റ് ടു ക്ലൈമറ്റ് ചേഞ്ച്. അതുപോലെ ഈ ഒരു ഫോറസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കമ്മ്യൂണിറ്റീസ്, ഡിപ്പെൻഡന്റ് ഫോറസ്റ്റ് കമ്മ്യൂണിറ്റീസിനെ ക്ലൈമറ്റ് വേരിയബിലിറ്റിയിൽ അഡാപ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു മിഷൻ. പിന്നെ കൂടുതൽ ഫോറസ്റ്റ് കവർ വരുമ്പോഴത്തേക്ക് അവരുടെ വാട്ടർ റിസോഴ്സസ് കൂടുതലായിട്ട് അവർക്ക് ഉണ്ടാവും, ഫുഡ് സെക്യൂരിറ്റീസ് അവർക്ക് കൂടുതലായിട്ട് ഉണ്ടാവും, അവർക്ക് ആവശ്യമായിട്ടുള്ള ഷെൽട്ടർ, അവരുടെ കൾച്ചർ പ്രിസർവ് ചെയ്യാൻ പറ്റും. സോ അതുവഴി അവരുടെ ഡിപ്പെൻഡന്റ് ഫോറസ്റ്റ് കമ്മ്യൂണിറ്റീസിനെ ക്ലൈമറ്റ് ചേഞ്ച് വേരിയബിലിറ്റിയെ അഡാപ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോറസ്റ്റേഷൻ കൂടുതലായിട്ട് ഇൻക്രീസ് ചെയ്യുക, ഡബിൾ ചെയ്യിക്കുക. അപ്പൊ കൂടുതലായിട്ട് ഫോറസ്റ്റ് നമ്മൾ വെച്ചുപിടിപ്പിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഫോറസ്റ്റ് പ്രിസർവ് ചെയ്യുകയും കൺസേർവ് ചെയ്യുകയും ചെയ്യുമ്പോൾ കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസിനെ ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. സോ ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻസ് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ്, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, ആ വാക്യം തന്നെ അറിയാം, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിന്റെ അണ്ടറിലാണ്. ഇന്ത്യൻ അഗ്രികൾച്ചറിനെ ക്ലൈമറ്റ് ചേഞ്ചിന് സസെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ ആണ് ഇന്ത്യൻ അഗ്രികൾച്ചർ. കാരണം നമുക്കറിയാം മഴ പെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ നല്ലൊരു കാറ്റ് വരുമ്പോഴേക്കൊക്കെ നമ്മുടെ അഗ്രികൾച്ചർ ലോസ് വളരെ കൂടുതലായിരിക്കും അല്ലെ. സോ ഇന്ത്യൻ അഗ്രികൾച്ചറിനെ ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേറ്റ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇംപ്രൂവ് ചെയ്യുക, ഇതാണ് മെയിൻ എയിം എന്ന് പറയുന്നത്. അതിനുവേണ്ടി പുതിയ ക്രോപ്പ് വെറൈറ്റീസ് കൊണ്ടുവരിക, പുതിയ മോഡേൺ അഗ്രികൾച്ചർ ടെക്നിക്കുകൾ കൊണ്ടുവരിക, ട്രഡീഷണലിനെയും മോഡേണിനെയും കൂടെ മിക്സപ്പ് ചെയ്യുക, ഡ്രൈ ലാൻഡ് അഗ്രികൾച്ചറിനെ എൻഹാൻസ് ചെയ്യുക. അതായത് വെള്ളം കുറവുള്ള ഏരിയാസിലും അഗ്രികൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുക. ഇപ്പൊ ഗ്രൗണ്ട് നട്ടോ അല്ലെങ്കിൽ മെയ്സോ ഒക്കെ പോലുള്ള മില്ലറ്റ്സുകളൊക്കെ അവിടെ കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുക. എന്നിട്ട് റെയിൻഫെഡ് ഏരിയാസിൽ കൂടുതലായിട്ട് ആവശ്യമുള്ള പാഡിയും വീറ്റും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു സ്ട്രാറ്റജിക് പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്യുക. ബയോടെക്നോളജിയുടെ യൂസസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഒരു മിഷന്റെ എയിം എന്ന് പറയുന്നത്. GISന്റെയും റിമോട്ട് സെൻസിങ്ങിന്റെയും യൂസേജ് നന്നായിട്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ എന്നുള്ളതാണ് അവരുടെ ഒരു എയിം അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുവഴി നമുക്ക് സോയിൽ റിസോഴ്സസിനെയും ലാൻഡ് യൂസിനെയും മാപ്പ് ചെയ്യാം. അപ്പൊ എവിടെയൊക്കെയാണ് ഏതൊക്കെ ടൈപ്പ് സോയിൽസ് ഉള്ളത്, ആ സോയിൽസ് ഏതൊക്കെ പ്ലാന്റ്സിനാണ് ഐഡിയൽ ആയിട്ടുള്ളത്, ലാൻഡ് യൂസ് എങ്ങനെയാണ്, അവിടുത്തെ ടോപ്പോഗ്രഫി എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് GIS ആൻഡ് റിമോട്ട് സെൻസിങ് ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഇൻഷുറൻസിനൊപ്പം നമുക്ക് കൂടുതലായിട്ട് അത് എഫക്റ്റീവ് ഡേറ്റാസ് ആവും. then സീസണിന്റെ ക്രോപ്സ് ഏതൊക്കെയാണ്, സീസണൽ ക്രോപ്സ് ഏതൊക്കെയാണെന്നുള്ള കുറിച്ച് ഒരു അഗ്രോ ക്ലൈമാറ്റിക് അറ്റ്ലസ് സ്റ്റേറ്റ് ലെവലിൽ പ്രിപ്പയർ ചെയ്യുക. then ലോ ഇൻപുട്ട് അഗ്രികൾച്ചർ, വളരെ കുറച്ച് ഇൻപുട്ട് മാത്രം കൊടുത്തുകൊണ്ട് അഗ്രികൾച്ചറിനെ എങ്ങനെ സസ്റ്റൈനബിൾ ആക്കാം, എങ്ങനെ വാട്ടർ ആൻഡ് നൈട്രജൻ എഫിഷ്യന്റ് ക്രോപ്സിനെ എൻഹാൻസ് ചെയ്യിക്കാം, ഇതൊക്കെ അവരുടെ സ്ട്രാറ്റജീസ് ആണ്. then കൂടുതൽ ന്യൂട്രീഷണൽ സ്ട്രാറ്റജീസ് to manage heat stress in dairy animals. നമ്മൾ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് ഡയറി ആനിമൽസ്, നമ്മുടെ ഈ പറയുന്ന പശു, പോത്തേരും അതുപോലുള്ളതിന്റെയൊക്കെ പ്രൊഡക്ഷൻ അത് എഫക്ട് ചെയ്യും, അതുപോലെ മിൽക്ക് പ്രൊഡക്ഷൻ എഫക്ട് ചെയ്യും. സോ അതിന് അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ന്യൂട്രീഷൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് കൊണ്ടുവരാൻ കഴിയുന്നത്, ഇതിനെ കുറിച്ചൊക്കെയാണ് അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക. മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസ്, നമ്മൾ ഒറ്റയടിക്ക് ഒരു പമ്പ് ഉപയോഗിച്ചിട്ട് കൂടുതൽ വെള്ളം ഒരു ചെടിയിലേക്ക് വീഴുന്നതിലും നല്ലത് സ്പ്രിങ്കിൾ വാട്ടേഴ്സ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മൈക്രോ ഇറിഗേഷൻ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടോ ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം പ്രൊവൈഡ് ചെയ്യുക. സോ മൈക്രോ ഇറിഗേഷൻ ടെക്നിക് സിസ്റ്റത്തിനെ ഇംപ്രൂവ് ചെയ്യിക്കുക. ഓർഗാനിക് ഫാമിങ്ങിനെയും അതുപോലെ റെയിൻ വാട്ടർ കൺസർവേഷനെയും എൻഹാൻസ് ചെയ്യുക. ബയോ ഫെർട്ടിലൈസറും കമ്പോസ്റ്റും കൂടുതലായിട്ട് ഉപയോഗിക്കാൻ എൻഹാൻസ് ചെയ്യിക്കുക. ഇതൊക്കെയാണ് ഈ ഒരു സ്കീമിന്റെ അണ്ടറിൽ. എട്ടാമത്തെ സ്കീം നാഷണൽ മിഷൻ ഓൺ സ്ട്രാറ്റജിക് നോളജ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. ഇതും
ഗവൺമെന്റ് ഓഫ് ഗവൺ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അണ്ടറിലാണ് ഗവൺ ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ടാക്കിൾ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതിന് എന്തൊക്കെ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ കൊളാബറേഷൻസ് കൊണ്ടുവരാം, എങ്ങനെയൊക്കെ ഫണ്ടിങ് അറേഞ്ച് ചെയ്യാം, ഇതൊക്കെയാണ് ഇവർ എയിം ചെയ്യുന്നത്. അതിനുവേണ്ടി ഇന്റർനാഷണൽ കോർപ്പറേഷൻസ് കൂടുതലായിട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഒരു നെറ്റ്വർക്ക്സ് ഉണ്ട്, ഇന്ത്യൻ നാഷണൽ നെറ്റ്വർക്ക് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് അസസ്മെന്റ്. ഇതൊരു എല്ലാ 2 വർഷത്തിലും ഒരിക്കൽ UNFCCയുടെ അണ്ടറിൽ ഓരോ രാജ്യങ്ങളും ക്ലൈമറ്റ് ചേഞ്ചിന്റെ അസസ്മെന്റിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കണക്കെടുപ്പാണ് ഈ പറയുന്ന ഇൻക എന്ന് പറയുന്നത്, Indian National Network for Climate Change Assessment. ഇതൊരു stock taking exercise conducted every 2 years as a part of national obligations under UNFCCC. സോ നാപ്പാക്കിൽ ഈ 8 മിഷൻസും പഠിക്കുക, 8 മിഷൻസ് ഗവേൺ ചെയ്യുന്ന മിനിസ്ട്രീസ് ഏതാണെന്ന് ഓർത്തിരിക്കുക, ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കുക എന്തൊക്കെയാണ് ഈ ഓരോ മിഷൻസിലും ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ ആദ്യത്തെ സോളാർ മിഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു 2013 വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ പറയുന്ന 20,000 മെഗാവാട്ട് ഓഫ് സോളാർ പവർ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ആയിരുന്നു. ഇന്റർനാഷണൽ സോളാർ അലയൻസ്, ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഇതൊരു ഇന്ത്യൻ ഇനിഷ്യേറ്റീവ് ആണ്. ഓക്കെ, 30th November 2015 പാരീസില് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 2021 അതിന്റെ സൈഡ് ലൈനിലായിട്ട് വന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെയും ഫ്രാൻസിലെ പ്രസിഡന്റ് ആയിരുന്ന ഹൊളൻഡയുടെയും നേതൃത്വത്തിൽ ഇവരുടെ രണ്ടുപേരുടെ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗിൽ വന്ന ഇനിഷ്യേറ്റീവ് ആയിരുന്നു ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. 121 solar resource rich countries lying fully or partially between the Tropic of Cancer and Tropic of Capricorn are prospective members. ഇത് വന്ന സമയത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും എന്ന് പറയുന്ന 2 ലാറ്റിറ്റ്യൂഡ്സിന് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന 121 സോളാർ റിച്ച് കൺട്രീസിനെ മെമ്പേഴ്സ് ആക്കിക്കൊണ്ടായിരുന്നു ഈ ഒരു ഇന്റർനാഷണൽ സോളാർ അലയൻസ് വന്നത്. എന്നാൽ ഇപ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുക്കാനായിട്ടത് ഓപ്പൺ ആണ്. സോ ഓർത്തിരിക്കുക, ഇതൊരു ഇന്ത്യൻ ഇനിഷ്യേറ്റീവ് ആണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും ഫ്രാൻസ് പ്രസിഡന്റ് ഹൊളാൻഡയും കൂടി ചേർന്ന് കൊണ്ടുവന്നതാണ്. എന്തിന്റെ സൈഡ് ലൈനിൽ 2015 നടന്ന പാരീസ് ക്ലൈമറ്റ് ചേഞ്ച് എഗ്രിമെന്റിന്റെ സൈഡ് ലൈനിലാണ് ഈ ഒരു ഇനിഷ്യേറ്റീവ് വന്നിരിക്കുന്നത്. 30th November 2015 തുടക്കത്തിൽ ഇത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിലുള്ള 121 സോളാർ റിച്ച് റിസോഴ്സ് കൺട്രീസിനെ മെമ്പേഴ്സ് ആക്കിക്കൊണ്ടായിരുന്നു. ഇപ്പോൾ അത് എല്ലാ രാജ്യങ്ങൾക്കും ഓപ്പൺ ആണ്. അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ഒബ്ജക്റ്റീവ് ഓഫ് ISA എന്ന് പറഞ്ഞാൽ ടു കളക്റ്റീവ്ലി അഡ്രസ് കീ കോമൺ ചാലഞ്ചസ് ടു ദ സ്കെയിലിംഗ് അപ്പ് ഓഫ് സോളാർ എനർജി ഇൻ ഇന്റർനാഷണൽ സോളാർ അലയൻസ് മെമ്പർ കൺട്രീസ്. അതായത് ഇത്രയേ ഉള്ളൂ, ഈ പറയുന്ന മെമ്പർ കൺട്രീസ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുള്ള സോളാർ എനർജി സ്കെയിൽ ചെയ്യാനായിട്ടുള്ള ചാലഞ്ചസിനെ അഡ്രസ് ചെയ്യുക, കൂടുതലായിട്ട് സോളാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഇനിഷ്യേറ്റീവ്സിനെ പ്രൊമോട്ട് ചെയ്യുക, ഇതൊക്കെയാണ് ഇവരുടെ ഒബ്ജക്റ്റീവ്. മെമ്പേഴ്സ് ഇതുവരെ 87 കൺട്രീസ് ആണ് ഈ ഒരു 2019 വരെയുള്ള കണക്ക് വെച്ചിട്ട് 87 കൺട്രീസ് ആണ് ഇതിനകത്ത് സൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ 67 ഹാവ് ഡെപ്പോസിറ്റഡ് ദെയർ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് റാറ്റിഫിക്കേഷൻ. അതായത് അതിൽ 67 പേരും അവരുടെ റാറ്റിഫിക്കേഷൻ ഇൻസ്ട്രുമെന്റ് ഈ അലയൻസിനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ അവസാനമായി ചേർന്ന 87ാമത്തെ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ISA സൈൻ ചെയ്ത കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ അതൊരു സെൻട്രൽ അമേരിക്കൻ കൺട്രിയാണ്, നിക്കരാഗ്വേ. സോ 87 മെമ്പേഴ്സ് ഉണ്ട്. നിക്കരാഗ്വയാണ് ഏറ്റവും ലേറ്റസ്റ്റ് 87ാമതായിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത കൺട്രിയാണ് സെൻട്രൽ അമേരിക്കൻ കൺട്രിയായ നിക്കരാഗ്വേ. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള ഒരേ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രീറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ് ISA എന്ന് പറയുന്നത്. ISAയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഗുരുഗ്രാം, ഇന്ത്യയിൽ ന്യൂഡൽഹിക്ക് അടുത്തുള്ള ഗുരുഗ്രാം എന്ന് പറയുന്ന സ്ഥലത്താണ്. പണ്ടത്തെ ഗുർഗാവോൺ ആണ്, ഇപ്പൊ അതിന്റെ പുതിയ പേര് ഗുരുഗ്രാം എന്നാണ്. ക്യാമ്പസിന്റെ പേര് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി ക്യാമ്പസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഒരു ISAയുടെ കോർപ്പസ് ഫണ്ട്, ഒരു ബേസിക് ഫണ്ട് എന്ന് പറയുന്നത് 160 crore rupees ആണ്. 160 crore rupees ആണ്. ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷനും ഡേ ടു ഡേ മീറ്റിംഗ്സിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചർ ആണ്. അപ് ടു 2022 വരെയാണ് ഈ ഒരു 160 crore എമൗണ്ട്
ഈ ഒരു ISAക്ക് വേണ്ടി അലോട്ട് ചെയ്തിരിക്കുന്നത്. അത് കഴിയുമ്പോൾ അത് വീണ്ടും റിവൈസ് ചെയ്യും. സോ ഓർത്തിരിക്കുക, ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, ദ ഓൺലി ഇന്റർനാഷണൽ ട്രീറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ ഹാവ് ആൻ ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ഇന്ത്യ ഇസ് ISA. ഗുരുഗ്രാമിലാണ്. ക്യാമ്പസിന്റെ പേര് നാഷണൽ സോളാർ എനർജി ക്യാമ്പസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജി ക്യാമ്പസ്. 5 ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മാം ഇപ്പൊ പറഞ്ഞ എന്താണ്? ഓൺലി ഇന്റർനാഷണൽ ട്രീറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ, only international treaty based organization that has headquarters in India. ഇതുവരെ ഇതിന്റെ 3 അസംബ്ലി മീറ്റിംഗ്സ് ആണ് കഴിഞ്ഞിട്ടുള്ളത്. ഇതിന്റെ അവസാനത്തെ 2020 ഇതിന്റെ 3ാമത്തെ അസംബ്ലി മീറ്റിംഗ് കഴിഞ്ഞു. ഇതൊരു വെർച്വൽ അസംബ്ലി മീറ്റിംഗ് ആയിരുന്നു. അതിൽ ഇന്ത്യയും ഫ്രാൻസിനെയും വീണ്ടും പ്രസിഡന്റും കോ പ്രസിഡന്റുമായിട്ട് ഇലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ പ്രസിഡന്റും ഫ്രാൻസ് കോ പ്രസിഡന്റുമായിട്ട് അടുത്ത 2 വർഷത്തേക്ക് ഈ പറയുന്ന 3rd വെർച്വൽ അസംബ്ലിയിൽ വെച്ചിട്ടാണ് എലക്ട് ചെയ്തത്. ആദ്യത്തെ 2 അസംബ്ലീസും നടന്നത് ഇന്ത്യയിലാണ്. 18ലെയും 19ലെയും അസംബ്ലീസ് നടന്നത് ഇന്ത്യയിലാണ്. എന്നാൽ 2020 അസംബ്ലി നടന്നത്, ഇവരുടെ ആനുവൽ മീറ്റിംഗ് നടന്നത് വെർച്വലി ആണ്. ഈ ഒരു ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ അണ്ടറിൽ അവർ ചില അവാർഡ്സുകൾ കൊടുക്കുന്നുണ്ട്. 3 ഇമ്പോർട്ടന്റ് അവാർഡ്സ് ആണുള്ളത്. വിശ്വേശ്വരയ്യ അവാർഡ്, കൽപ്പന ചൗള അവാർഡ്, അതുപോലെ ദിവാകർ അവാർഡ് എന്ന് പറഞ്ഞ 3 അവാർഡുകൾ അവർ കൊടുക്കുന്നുണ്ട്. ഇതിൽ വിശ്വേശ്വരയ്യ അവാർഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്ലോട്ടിംഗ് സോളാർ കപ്പാസിറ്റി ഇൻസ്റ്റാൾ ചെയ്യുന്ന 4 റീജിയൻസ് ആയിട്ട് വേൾഡിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏഷ്യ പസഫിക് റീജിയനിൽ നിന്ന് ഒരു രാജ്യം, ആഫ്രിക്കൻ റീജിയനിൽ നിന്ന് ഒരു രാജ്യം, യൂറോപ്യൻ ആൻഡ് സ്കാൻഡിനേവിയൻ കൺട്രീസിൽ നിന്ന് ഒരു രാജ്യം, ലാറ്റിൻ അമേരിക്കൻ ആൻഡ് കരീബിയൻ റീജിയൻസിൽ നിന്ന് ഒരു രാജ്യം. ഇങ്ങനെ ഈ 4 റീജിയൻസിൽ നിന്ന് ഓരോ രാജ്യങ്ങളെ വീതം സെലക്ട് ചെയ്ത് അതിൽ ഏത് രാജ്യമാണ് ഏറ്റവും കൂടുതൽ ഫ്ലോട്ടിംഗ് സോളാർ കപ്പാസിറ്റി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതിന് കൊടുക്കുന്ന അവാർഡാണ് വിശ്വേശ്വരയ്യ അവാർഡ്. ഇത് ISA ആണ് ഈ വിശ്വേശ്വരയ്യ അവാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. വിശ്വേശ്വരയ്യ, കൽപ്പന ചൗള, പിന്നെ ഏതായിരുന്നു? ദിവാകർ. ഞാൻ അടുത്തത് പറയാം, ഞാൻ കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് വൺ കൽപ്പന ചൗള അവാർഡ്. ഈ കൽപ്പന ചൗള അവാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത് സോളാർ എനർജി അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സോളാർ മിഷൻ ഫീൽഡുകളിലേക്ക്, സോളാർ ടെക്നോളജീസിലേക്ക് കൂടുതൽ ഇന്നോവേറ്റീവ് ടെക്നോളജീസും കോൺട്രിബ്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്ന സയന്റിസ്റ്റ് ആൻഡ് എഞ്ചിനീയേഴ്സ്. നമുക്കറിയാം കൽപ്പന ചൗള ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. സോ സയന്റിസ്റ്റ് ആൻഡ് എഞ്ചിനീയേഴ്സ് വിച്ച് ഗിവ് വാല്യുബിൾ കോൺട്രിബ്യൂഷൻസ് ടു സോളാർ ഇൻ ദ ഫീൽഡ് ഓഫ് സോളാർ എനർജി, അവർക്ക് കൊടുക്കുന്ന അവാർഡാണ് കൽപ്പന ചൗള അവാർഡ്. അതുപോലെ ദിവാകർ അവാർഡ്. ദിവാകർ അവാർഡ് കൊടുക്കുന്നത് സോളാർ എനർജി ഡിഫറെന്റ്ലി ഏബിൾഡ് പീപ്പിളിന്റെ ബെനിഫിറ്റിന് വേണ്ടി മാക്സിമം അതായത് മെയിൻലി ഡിഫറെന്റ്ലി ഏബിൾഡ് ആൾക്കാരുടെ ബെനിഫിറ്റ്സിന് വേണ്ടി സോളാർ എനർജി യൂസ് ചെയ്യുന്ന ഓർഗനൈസേഷൻസിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കൊടുക്കുന്ന അവാർഡാണ് ദിവാകർ അവാർഡ്. ഇറ്റ്സ് ആൻ അവാർഡ് വിച്ച് ഗിവൺ ഫോർ an organization or institution that have been working for the benefit of differently abled people. Okay, ഇനി ഓർത്തിരിക്കേണ്ട ഒരു റീസെന്റ് ന്യൂസിലുള്ള ഒരു സംഭവമാണ് വേൾഡ് സോളാർ ബാങ്ക് ഫോർ ഇന്ത്യ. ഈ 3rd വെർച്വൽ മീറ്റിംഗിൽ വെച്ചിട്ടാണ് അവർ അങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നിരിക്കുന്നത്, വേൾഡ് സോളാർ ബാങ്ക് എന്ന് പറയുന്ന ഐഡിയ. It would be launching the World Solar Bank at COP26. നമുക്ക് 2021 നടക്കാൻ പോകുന്ന UNFCCയുടെ മീറ്റിംഗ് ആണ് COP26, 26ാമത്തെ മീറ്റിംഗ് ആണ് 2021 സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോ എന്ന് പറയുന്ന, ഓർത്തിരിക്കുക സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ നടക്കുന്ന UNFCCയുടെ 26th കോൺഫറൻസ് ഓഫ് പാർട്ടീസ് മീറ്റിംഗിലാണ് ഈ പറയുന്ന വേൾഡ് സോളാർ ബാങ്ക് ലോഞ്ച് ചെയ്യാനായിട്ട് ISA തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് ഈ വേൾഡ് സോളാർ ബാങ്ക്, അല്ലെങ്കിൽ എന്താണ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് വേൾഡ് സോളാർ ബാങ്ക് ഫോർ ഇന്ത്യ എന്താണ്? ഒരു ഗ്രീൻ ഇക്കോണമി, ഇന്ത്യക്ക് ഒരു ഗ്രീൻ ഇക്കോണമി ഡെവലപ്പ് ചെയ്യാനും ഗ്ലോബൽ ക്ലൈമറ്റ് ആക്ഷൻ ലീഡറിൽ ഒരു നല്ല പൊസിഷൻ അറ്റംപ്റ്റ് ചെയ്യാനും ഇന്ത്യ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ഈ പറയുന്നത് വേൾഡ് സോളാർ ബാങ്ക് എന്ന് പറയുന്നത്.
ഇതൊരു ഫിനാൻഷ്യൽ ഏജൻസിയാണ് ഈ വേൾഡ് സോളാർ ബാങ്ക് എന്ന് പറയുന്നത്. ദാറ്റ് വുഡ് പൂൾ resources from around the world and use them to finance the solar power projects in the member countries of ISA. അതായത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ പൂൾ ചെയ്യുക, എന്നിട്ട് അത് ഉപയോഗിച്ച് ലോകത്തിന്റെ തന്നെ പല ഭാഗങ്ങൾ ISA മെമ്പേഴ്സ് ആയിട്ടുള്ള കൺട്രീസിന്റെ പല ഭാഗങ്ങളിൽ സോളാർ എനർജി ഇനിഷ്യേറ്റീവ്സ് പ്രൊമോട്ട് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇതൊക്കെയാണ് വേൾഡ് സോളാർ ബാങ്ക് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഒരു പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഇതുവരെ കംപ്ലീറ്റ്ലി ഐഡന്റിഫൈ ചെയ്തില്ല, പക്ഷെ ഇപ്പോൾ ഒരു പ്രപ്പോസ്ഡ് ക്യാപിറ്റൽ എമൗണ്ട് ആയിട്ട് പറയുന്നത് $10 billion ആണ്. ഈ $10 billion 30% കൊടുക്കേണ്ടത്, പ്രപ്പോസ്ഡ് ക്യാപിറ്റലിന്റെ 30% പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണോ ഹോസ്റ്റ് കൺട്രി, ആ ഹോസ്റ്റ് കൺട്രി ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇന്ത്യ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത് 30%. ഓക്കെ, സോ വേൾഡ് സോളാർ ബാങ്ക് ഈ പറയുന്ന 2020 ISAയുടെ വെർച്വൽ മീറ്റിംഗിൽ വന്ന പുതിയൊരു ഐഡിയ ആണ്. 2021 ഗ്ലാസ്ഗോ, സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ച് നടക്കുന്ന UNFCCയുടെ COP26 അവരത് ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ കുറെ കൂടെ ഗ്രീൻ എക്കോണമി ആക്കുക എന്നുള്ളൊരു ഐഡിയയിലാണ് ഇവരിത് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. സോളാർ ബാങ്ക് എന്ന് പറയുന്നത് ഇതൊരു പൂൾ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ് ഫ്രം ഓൾ ദ പാർട്ട് ഓഫ് ദ വേൾഡ്, and it can be used for various solar missions that can be installed and the initiatives that can be promoted in those member countries of ISA. ഇതിന്റെ ഒരു proposed capital amount $10 billion ആണ്. ഈ $10 billion 30% പ്രൊവൈഡ് ചെയ്യുന്നത് ഹോസ്റ്റ് കൺട്രി ആയ ഇന്ത്യ ആയിരിക്കണം. നെക്സ്റ്റ്, മോൺട്രിയൽ പ്രോട്ടോകോൾ. സോ മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ പ്രെഡിസസർ ആയിട്ട് പറയുന്നത്, മുൻഗാമി ആയിട്ട് പറയുന്ന ഒരു കൺവെൻഷൻ ആണ് വിയന്ന കൺവെൻഷൻ. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഓസോൺ ലെയർ. സോ ക്യോട്ടോ പ്രോട്ടോകോൾ ക്ലൈമറ്റ് ചേഞ്ചിനായിരുന്നുവെങ്കിൽ മോൺട്രിയൽ പ്രോട്ടോകോൾ ഓസോൺ ലെയർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഓസോൺ ലെയർ ഡിപ്ലീഷൻ സബ്സ്റ്റൻസസിന്റെ റിഡക്ഷന് വേണ്ടിയിട്ടുമാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. It is an international environmental agreement with universal ratification, which was adopted in 1987 to protect the Earth's ozone layer by eliminating use of ozone depleting substance. Ozone depleting substance ന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് ഓസോൺ ഡിപ്ലീഷൻ റെഗുലേറ്റ് ചെയ്ത് ഓസോൺ ലെയറിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി വന്ന പ്രോട്ടോകോൾ ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇതൊരു ഇന്റർനാഷണൽ എൻവയോൺമെന്റൽ അഗ്രിമെന്റ് ആണ്. അഡോപ്റ്റ് ചെയ്തത് 1987 So, Montreal Protocol related to the regulation of ozone depleting substances sign ചെയ്തത് 1987 ആണെങ്കിലും അത് നിലവിൽ വന്നത് 1989 അതുകൊണ്ട് തന്നെ 2019 നമ്മൾ 30 years of Montreal Protocolന്റെ 3 decades അല്ലെങ്കിൽ 30 കൊല്ലങ്ങളുടെ ഒരു ആനിവേഴ്സറി ആയിട്ട് ആഘോഷിച്ച് 2019 ആണ്. ഈ മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഒരു ലേറ്റ് 1970s സയന്റിസ്റ്റും പ്രൂവ് ചെയ്യാൻ പറ്റി ഈ എയർ കണ്ടീഷണേഴ്സിലും റെഫ്രിജറേറ്റേഴ്സിലും എയറോസോൾ ക്യാൻസിലും ഒക്കെ ഉപയോഗിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഓസോൺ ലെയറിന് ഡാമേജ് ഉണ്ടാക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള സബ്സ്റ്റൻസ് ആണെന്ന് ഐഡന്റിഫൈഡ്. സോ 1985 ഒരു വലിയ ഹോള് അന്റാർട്ടിക്കയുടെ മുകളിലുള്ള ഓസോൺ ലെയറിൽ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു. ഈ ഒരു ഹോളിലൂടെ അൾട്രാവയലറ്റ് റേഡിയേഷൻസ് എർത്തിന്റെ സർഫസിലേക്ക് എൻട്രി ചെയ്യാൻ തുടങ്ങി. അൾട്രാവയലറ്റ് റേഡിയേഷൻസ് തന്നെ 3 തരമുണ്ട്. അൾട്രാവയലറ്റ് റേഡിയേഷൻ A, B, C. ഇതില് ലീതൽ മരണകാരണമാകുന്ന അൾട്രാവയലറ്റ് റേഡിയേഷൻ C ആണ്. ഈ അൾട്രാവയലറ്റ് റേഡിയേഷന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, അതായത് എർത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻസിൽ സ്കിൻ ക്യാൻസേഴ്സ്, പ്ലാന്റ്സിൽ സ്റ്റണ്ടഡ് ഗ്രോത്ത്, അതുപോലെ തന്നെ വാട്ടർ ബോഡീസിൽ കെമിക്കൽസിന്റെ റിയാക്ഷൻസ് കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും അൾട്രാവയലറ്റ് റേഡിയേഷൻസിന്റെ പ്രോബ്ലംസ്. സോ ഇതുവഴി ലൈഫ് ത്രെട്ടനിങ് ആയിരിക്കും അത്. ഓക്കെ, സോ വിയന്ന കൺവെൻഷൻ അങ്ങനെ 1985 ഐഡന്റിഫൈ ചെയ്തപ്പോൾ 1985 ഒരു വിയന്ന കൺവെൻഷൻ സൈൻ ചെയ്തു. എന്തിനു വേണ്ടി? ഓസോൺ ലെയറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. യുണൈറ്റഡ് നേഷൻസിലുള്ള എല്ലാ മെമ്പർ കൺട്രീസും കൂടി ചേർന്നാണ് ഈ ഒരു വിയന്ന കൺവെൻഷൻ സൈൻ ചെയ്തത്. ഈ ഒരു കൺവെൻഷന്റെ അണ്ടറിൽ വന്ന പ്രോട്ടോകോൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു റൂള് അല്ലെങ്കിൽ പ്രോട്ടോകോൾ ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ മോൺട്രിയൽ പ്രോട്ടോകോൾ ഏത് കൺവെൻഷന്റെ അണ്ടറിൽ വന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിയന്ന കൺവെൻഷൻ. സോ വിയന്ന കൺവെൻഷൻ എന്തിനു വേണ്ടിയായിരുന്നു? ഓസോൺ ലെയർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് 1985 വന്നു.
1987 അതിന്റെ അണ്ടറിൽ ഒരു പ്രോട്ടോകോൾ വന്നു, മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓസോൺ ലെയറിന് ഡിപ്ലീഷൻ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസിനെ എലിമിനേറ്റ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു എയിമോട് കൂടി വന്ന പ്രോട്ടോകോൾ ആണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. സൈൻ ചെയ്തു, 89 കെയിം ഇൻ ടു ഫോഴ്സ് ആണ്. ഇത് ഒറ്റയടിക്ക് ഈ പറയുന്ന ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിനെ ഫേസ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ടൈം ബൗണ്ട് മാനറിൽ ഫേസ് ഔട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ സ്ട്രാറ്റജി, ഈ ഒരു പ്രോട്ടോകോളിന്റെ സ്ട്രാറ്റജി. അതിന് വേണ്ടിയിട്ട് ഡെവലപ്ഡ് കൺട്രീസിന് ഒരു ടൈം ബൗണ്ടും ഡെവലപ്പിംഗ് കൺട്രീസിന് മറ്റൊരു ടൈം ബൗണ്ടും, ഓരോ കൺട്രീസിനും ഓരോ ഡിഫറൻഷിയേറ്റഡ് ടൈം ബൗണ്ട്സ് ആണ് ഈ ഒരു പ്രോട്ടോകോൾ പ്രൊവൈഡ് ചെയ്തത്. എല്ലാ മെമ്പർ പാർട്ടീസും മോൺട്രിയൽ പ്രോട്ടോകോളിൽ അല്ലെങ്കിൽ വിയന്ന കൺവെൻഷനിൽ സൈൻ ചെയ്തിരിക്കുന്ന എല്ലാ മെമ്പർ പാർട്ടീസിനും ഈ ഒരു ഫേസിംഗ് ഔട്ട് ചെയ്യാൻ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, ദേ ഹാവ് ടു ഫേസിംഗ് ഔട്ട് വേരിയസ് ഗ്രൂപ്പ്സ് ഓഫ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. അതുപോലെ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിന്റെ ട്രേഡ് കൺട്രോൾ ചെയ്യുക, ഈ ആനുവലി അതിനെക്കുറിച്ചുള്ള ഡേറ്റാസ് റിപ്പോർട്ട് ചെയ്യുക, ODSന്റെ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിന്റെ ഇമ്പോർട്ടും എക്സ്പോർട്ടും കൺട്രോൾ ചെയ്യുക. ഇതൊക്കെ ഈ മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ അണ്ടറിൽ വന്നിരുന്ന റൂളുകളായിരുന്നു. നമ്മൾ ക്യോട്ടോ പറഞ്ഞതുപോലെ തന്നെ ഈക്വൽ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്, കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് അല്ലെങ്കിൽ ഈക്വൽ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇവിടുത്തെ മോട്ടോ അല്ലെങ്കിൽ അവിടുത്തെ പ്രൈമറി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിന്റെ റെസ്പോൺസിബിലിറ്റി റേഷ്യോ ആയിരിക്കില്ല ഡെവലപ്ഡ് കൺട്രീസിന്. ഡെവലപ്പിംഗും ഡെവലപ്ഡ് കൺട്രീസും ഡിഫറെന്റ് റേഷ്യോ ടൈം ബൗണ്ട് കണ്ടീഷൻസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ രണ്ട് കൺട്രീസിനും ഡെവലപ്ഡ് ആണെങ്കിലും ഡെവലപ്പിംഗ് ആണെങ്കിലും ലീസ്റ്റ് ഡെവലപ്ഡ് ആണെങ്കിലും ഈ പറയുന്ന നേഷൻസിന് ഒരു ടൈം ബൗണ്ട് ഉണ്ടായിരിക്കും. ഇത്ര സമയത്തിനുള്ളിൽ, ഇത്ര വർഷത്തിനുള്ളിൽ ഇത്ര എമൗണ്ട് ഓഫ് ODS റെഗുലേറ്റ് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ടൈം ബൗണ്ട് ഉണ്ട്. അത് ബൈൻഡിങ് ആണ്. സോ ഇറ്റ് ഈസ് ലീഗലി ബൈൻഡിങ്. മോൺട്രിയൽ പ്രോട്ടോകോൾ ഇസ് ലീഗലി ബൈൻഡിങ്. അതായത് ഈ മോൺട്രിയൽ പ്രോട്ടോകോൾ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പാരലൽ ആയിട്ടൊരു ഡൊമസ്റ്റിക് ലോ ആ രാജ്യത്തിൽ ഫോം ചെയ്തിരിക്കണം. സോ ഇറ്റ് ഈസ് ലീഗലി ബൈൻഡിങ്. ഇതുവരെ ഈ ഒരു പ്രോട്ടോകോളിന് 9 അമെൻഡ്മെന്റ്സ് അല്ലെങ്കിൽ റിവിഷൻസ് ആണ് നടന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന് വന്ന ചില റിവിഷൻസ് ആണ്. ലണ്ടൻ അമെൻഡ്മെന്റ് വന്നിട്ടുണ്ട്, കിഗാലി അമെൻഡ്മെന്റ് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അമെൻഡ്മെന്റ് ആണ് കിഗാലി അമെൻഡ്മെന്റ്. റുവാണ്ടയുടെ ക്യാപിറ്റലായ കിഗാലിയിൽ വെച്ചിട്ട് നടന്നൊരു റിവിഷൻ അല്ലെങ്കിൽ പ്രോട്ടോകോൾ അമെൻഡ്മെന്റ്, മോൺട്രിയൽ പ്രോട്ടോകോൾ അമെൻഡ്മെന്റ് ആണ് കിഗാലി അമെൻഡ്മെന്റ്. മോൺട്രിയൽ പ്രോട്ടോകോളിനകത്ത് സൈൻ ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടും ടെക്നിക്കൽ സപ്പോർട്ടും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് സപ്പോർട്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഓസോൺ സെക്രട്ടേറിയറ്റ് ആണ്. ഈ ഓസോൺ സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം UNEP-യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് നൈറോബിയിൽ തന്നെയാണ്. സോ ഓസോൺ സെക്രട്ടേറിയറ്റ് UNEP-യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് നൈറോബിയിൽ തന്നെയാണ് ഓസോൺ സെക്രട്ടേറിയറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിനൊരു പ്രത്യേകത കൂടി ഉണ്ട് മോൺട്രിയൽ പ്രോട്ടോകോളിന്. ലോകത്തിലെ എല്ലാ അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ രാജ്യങ്ങളും സൈൻ ചെയ്ത ആദ്യത്തെ ട്രീറ്റി ആണ് ഈ പറയുന്ന മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. It has been ratified by 197 parties, making it the first United Nations treaty to be ratified by every country in the world. ഈ പറയുന്ന ഇത്രയും ODSS അതായത് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിന്റെ ലിസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ അണ്ടറിൽ വരുന്ന ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസുകൾ ഏതൊക്കെയാണെന്നാണ്. അത് ഓരോന്നും അവർ ഓരോ ഡിവിഷൻ അനെക്സ് എയില്, അനെക്സ് ബി, അനെക്സ് സി, അനെക്സ് ഡി, അനെക്സ് ഡി ഇല്ല സോറി അനെക്സ് സി, അനെക്സ് ഇ, അനെക്സ് എഫ് അങ്ങനെയാണ് അവരെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഏതൊക്കെയാണ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് എന്ന് ഓർത്തിരിക്കുക. ആദ്യത്തേത് ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, CFCs, ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, CFCs. രണ്ടാമത്തേത് ഹാലോൺസ്, ഹാലോൺസ്. ഇത്രയും ഓർത്തിരിക്കണം, കാര്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. Which of the following is not an ozone depleting substance അല്ലെങ്കിൽ which among the following is an ozone depleting substance എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ഏതൊക്കെയാണ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ CFCs, chlorofluorocarbons, halogens, then other fully halogenated chlorofluorocarbons, then carbon tetrachloride ചോദിച്ചിട്ടുണ്ട്. CCl4, carbon tetrachloride, carbon tetrachloride, carbon tetrachloride, then methyl chloroform,
methyl chloroform, methyl chloroform. Then hydrochlorofluorocarbons, HCFC, hydrochlorofluorocarbons, hydrochlorofluorocarbons, hydrochlorofluorocarbons. Then methyl bromide, methyl bromide, methyl bromide. And finally hydrofluorocarbons, and finally hydrofluorocarbons. Okay, so ODSs ഏതൊക്കെയാണ് ഓർത്തിരിക്കുക? ഒന്ന് CFCs, അതുപോലെ HCFCs, then HFCs, halons, carbon tetrachloride, methyl chloroform, methyl bromide. Okay. Then multilateral fund, multilateral fund. മോൺട്രിയൽ പ്രോട്ടോക്കോളിന്റെ അണ്ടറിലുള്ള ഒരു ഫിനാൻസിങ് ഫണ്ടാണ് മൾട്ടിലാറ്ററൽ ഫണ്ട് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം അഡാപ്റ്റേഷൻ ഫണ്ട് പഠിച്ചു ക്യോട്ടോ പ്രോട്ടോക്കോളിന്റെ അണ്ടറിൽ. ഇത് മൾട്ടിലാറ്ററൽ ഫണ്ടാണ് മോൺട്രിയൽ പ്രോട്ടോക്കോളിന്റെ അണ്ടറിൽ 1991 ഇത് സെറ്റപ്പ് ചെയ്തത്. ഡെവലപ്പിംഗ് കൺട്രീസിനെ ഈ പ്രോട്ടോക്കോളിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്യാനായിട്ടുള്ള ഫൈനാൻസിങ് ആണ് മൾട്ടിലാറ്ററൽ ഫണ്ട്. ഈ മോൺട്രിയൽ പ്രോട്ടോക്കോളിന്റെ അണ്ടറിൽ കുറച്ച് ആർട്ടിക്കിളുകളുണ്ട്. അതിൽ ആർട്ടിക്കിൾ 10 മൾട്ടിലാറ്ററൽ ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. It gives financial and technical assistance to developing countries. Whole yearly per capita consumption and production of ODS is less than 0.3 kg. ഒരു കംപ്ലീറ്റ് ഇയറിൽ ODS, ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിന്റെ പെർ ക്യാപിറ്റ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ 0.3 കിലോഗ്രാമിൽ താഴെയുള്ള എല്ലാ ഡെവലപ്പിംഗ് കൺട്രീസിനും ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഫണ്ടാണ് മൾട്ടിലാറ്ററൽ ഫണ്ട്. അവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ഇതൊരു 4 ബോഡീസ് ചേർന്നാണ് ഈ ഫണ്ട് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ആ 4 ബോഡീസ് ഏതാന്നൊക്കെ ഓർത്തിരിക്കുക. ഒന്ന് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം, നൈറോബിയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള UNEP. രണ്ടാമത്തെ UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. മൂന്നാമത്തത് UN ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. 4 വേൾഡ് ബാങ്ക്. സോ UNEP, UNDP, UNIDO, വേൾഡ് ബാങ്ക്. ഈ 4 ബോഡീസ് ചേർന്നിട്ടാണ് ഈ ഫണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ മൾട്ടിലാറ്ററൽ ഫണ്ട്, മോൺട്രിയൽ പ്രോട്ടോകോൾ, അഡാപ്റ്റേഷൻ ഫണ്ട്, ക്യോട്ടോ പ്രോട്ടോകോൾ. ഓക്കെ. ഈ മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ പോസിറ്റീവ് ഔട്ട്കംസ് എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഹാസ് ലെഡ് ടു ദ ഫേസ് ഔട്ട് ഓഫ് 99% of ozone depleting chemicals in refrigerators, air conditioners and many other products. ഇപ്പൊ റെഫ്രിജറേറ്റേഴ്സിലൊക്കെ CFCs-ക്ക് പകരം ഈ പറയുന്ന ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് അല്ലാത്ത ലിക്വിഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 2018 scientific assessment അനുസരിച്ച് it shows that the ozone layer have recovered at a rate of 1 to 3% per decade since 2000. അതായത് ഓസോൺ ഹോൾ ഇപ്പോൾ അടഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് ലേറ്റസ്റ്റ് സയന്റിഫിക് അസസ്മെന്റ് പറയുന്നത്. ഒരു പ്രൊജക്റ്റഡ് റേഷ്യോ അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് റേറ്റ് കാണിക്കുന്നത്, അതായത് ഫ്യൂച്ചർ നെഗോസിയേഷൻസ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2030 ആകുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലും മിഡ് ലാറ്റിറ്റ്യൂഡ് സോണിലും ഉണ്ടായിട്ടുള്ള ഓസോൺ ഡിപ്ലീഷൻസ് കംപ്ലീറ്റ്ലി കവർ ആവും. അതുപോലെ സദേൺ ഹെമിസ്ഫിയറിൽ 2050-ലും പോളാർ റീജിയൻസിൽ ഏകദേശം 2060 കൂടി കവർ ആകും. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഞാൻ അതിനകത്ത് എഴുതിയിട്ടില്ല, ഈ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇക്വറ്റോറിയൽ റീജിയൻസിനടുത്തുള്ള ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ നിന്നും ട്രോപ്പിക്കിലുള്ള ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ നിന്നും ഈ പറയുന്ന ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് എന്നൊക്കെയാണ്. ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ODS, ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് എങ്ങനെയാണ് പോളാർ റീജിയൻസിൽ എത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാറ്റിനോടൊപ്പം സഞ്ചരിച്ച ഒരു ക്ലൗഡ് ഉണ്ട്, പോളാർ സ്ട്രാറ്റോസ്ഫിയറിക് ക്ലൗഡ്സ്. ഒന്ന് ഓർത്തിരിക്കുക, പോളാർ സ്ട്രാറ്റോസ്ഫിയറിക് ക്ലൗഡ്സിൽ കാറ്റിനോടൊപ്പം സഞ്ചരിച്ചാണ് ഇവർ പോളാർ റീജിയൻസിൽ എത്തുകയും ഈ പോളാർ റീജിയൻസിൽ വെച്ചിട്ട് കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഓസോൺ ഡിപ്ലീഷന് കാരണമാവുകയും ചെയ്യുന്നത്. ഓക്കെ, സോ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിനെ ഇക്വറ്റോറിയൽ ഏരിയാസിൽ നിന്നും ട്രോപ്പിക്കൽ ഏരിയാസിൽ നിന്നും പോളാർ റീജിയൻസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് പോളാർ സ്ട്രാറ്റോസ്ഫിയറിക് ക്ലൗഡ്സ് ആണ്. കിഗാലി അമെൻമെന്റ് നമ്മൾ പറഞ്ഞു. കിഗാലി അമെൻമെന്റ് എന്ന് ഓർത്തിരിക്കേണ്ട കാര്യമാണ്.
മോൺട്രിയൽ പ്രോട്ടോകോളിൽ വന്ന 9ാമത്തെ അമെൻമെന്റ് അല്ലെങ്കിൽ 9ാമത്തെ റിവിഷൻ ആണ് കിഗാലി അമെൻമെന്റ് എന്ന് പറയുന്നത്. ക്ലോറോഫ്ലൂറോകാർബൺസിനും ഹൈഡ്രോക്ലോറോകാർബൺസിനും പകരം HFCs ഹൈഡ്രോഫ്ലൂറോകാർബൺസ് ഓർത്തിരിക്കുക. മുൻപ് റെഫ്രിജറേറ്റേഴ്സിലും AC-യിലും ഒക്കെ കൂളിംഗ് എയ്ഡിനായിട്ട് ഉപയോഗിച്ചിരുന്നത് ക്ലോറോഫ്ലൂറോകാർബൺസും ഹൈഡ്രോക്ലോറോഫ്ലൂറോകാർബൺസും ആണ്. ഇതിന് പകരം അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നവരാണ് ഹൈഡ്രോഫ്ലൂറോകാർബൺസ്, HFCs. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ക്ലോറോഫ്ലൂറോകാർബൺസും ഹൈഡ്രോക്ലോറോഫ്ലൂറോകാർബൺസും ആയിരുന്നു ആദ്യം ഉപയോഗിച്ചിരുന്നത്. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് റീസെന്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കൂളിംഗ് കെമിക്കൽ ആണ് HFCs, ഹൈഡ്രോഫ്ലൂറോകാർബൺസ് എന്ന് പറയുന്നത്. ഇതിന് സീറോ ഇമ്പാക്ട് ആയിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു ഇതിനെ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇതും ഒരു പവർഫുൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണെന്ന് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ കിഗാലി അമെൻമെന്റ് എന്തിനു വേണ്ടി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കറന്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈഡ്രോഫ്ലൂറോ കാർബൺസിനെ ഫേസ് ഔട്ട് ചെയ്യാൻ വേണ്ടി വന്ന അമെൻമെന്റ് ആണ് കിഗാലി അമെൻമെന്റ്. സോ കിഗാലി അമെൻമെന്റ് എന്തിനെ ഫേസ് ഔട്ട് ചെയ്യാനായിരുന്നു? ഹൈഡ്രോഫ്ലൂറോ കാർബൺസ്. ഈ ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് ആണ് നമ്മൾ റീപ്ലേസ് ചെയ്ത് ഉപയോഗിച്ചിരുന്ന കൂളിംഗ് ഏജന്റ്. ഓക്കെ, ഇവരുടെ ഗോൾ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2047 ഏതാണ്ട് 80% ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് റെഡ്യൂസ് ചെയ്യണം. 2047 80% ഓഫ് ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് ഷുഡ് ഗെറ്റ് റെഡ്യൂസ്ഡ്. അങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 2047 ഗ്ലോബൽ ആനുവൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഗ്ലോബൽ ലെവൽ ടെമ്പറേച്ചർ 0.5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നത് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഓർത്തിരിക്കുക, കിഗാലി അമെൻമെന്റിലെ 3 കാര്യങ്ങൾ. കിഗാലി അമെൻമെന്റ് മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ 9ാമത്തെ റിവിഷൻ ആണ്. കിഗാലി അമെൻമെന്റ് ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് ഫേസ് ഔട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. 2047 80% ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് ഫേസ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ എയിം. അങ്ങനെ ഫേസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോബൽ ആവറേജ് ടെമ്പറേച്ചർ ഇതിന്റെ 0.5 ഡിഗ്രി സെൽഷ്യസ് വരെ ഇൻക്രീസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഓസോൺ ലെയറിനെ കുറിച്ചാണ്. സോ ജസ്റ്റ് ഓസോൺ ലെയറിന്റെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓസോൺ ലെയർ എന്ന് പറഞ്ഞാൽ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലുള്ള സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. അതിനുള്ളിൽ കാണുന്ന ലെയറിനെയാണ് ഓസോൺ ലെയർ. അതിന്റെ ഒരു സബ് ലെയർ ആണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. അൾട്രാവയലറ്റ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യാൻ അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അൾട്രാവയലറ്റ് റേഡിയേഷൻസ് എർത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്കിൻ ഡിസീസ് ആയിട്ടുള്ള സ്കിൻ ക്യാൻസർ, ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ വീക്ക് ചെയ്യാം, പ്ലാന്റിന്റെ സ്റ്റണ്ടഡ് ഗ്രോത്ത് ഇതിന് കാരണമാകാം. സോ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഓസോൺ ലെയർ ആണ്. എന്താണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓസോൺ ലെയറിനകത്ത് കെമിക്കൽ റിയാക്ഷൻ നടന്ന് അതിന്റെ തിക്നെസ് റെഡ്യൂസ് ചെയ്ത് ഒരു തിൻ ലെയർ ആയിട്ട് മാറുന്നതിനെയാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസിനെയാണ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്ലോറോഫ്ലൂറോ കാർബൺസ്, ഹൈഡ്രോക്ലോറോഫ്ലൂറോ കാർബൺസ്, കാർബൺ ടെട്രാക്ലോറൈഡ്, മീഥൈൽ ക്ലോറോഫോമ, ഇതൊന്നും ഓർത്തിരിക്കുക, ഹൈഡ്രോബ്രോമോ ഫ്ലൂറോ കാർബൺസ്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. ODSലുള്ള ഒരെണ്ണമാണ് ഹൈഡ്രോബ്രോമോ ഫ്ലൂറോ കാർബൺസ്. ഹൈഡ്രോബ്രോമോ ഫ്ലൂറോ കാർബൺസും ഒരു ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ആണ്. ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ്. നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഏതൊക്കെയാണ്, അതുപോലെ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസുകൾ ഏതൊക്കെയാണ് നമുക്ക് ഒന്ന് വായിച്ചിട്ട് പോകണം. കാര്യം അതിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഏരിയ ആണ്. ഓക്കെ, then halogens. ഏറ്റവും കൂടുതൽ കാണുന്ന ODS ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ആണ് ക്ലോറോഫ്ലൂറോ കാർബൺസ് എന്ന് പറയുന്നത്. ഈ ODS എല്ലാം തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുമാണ്. അതുപോലെ അതിന്റെ അറ്റ്മോസ്ഫിയറിൽ വളരെ കൂടുതൽ കാലം അതേ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ലോങ് ലൈഫ് ഉള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ്. സോ ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ODSൽ തന്നിരിക്കുന്ന എല്ലാം തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുമാണ്. പക്ഷെ എല്ലാ ഗ്രീൻ ഹൗസ് ഗ്യാസും ODS അല്ല. പക്ഷെ എല്ലാ ODSും എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ്. ODS ആർ ഓൾസോ പവർഫുൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് കാരണമുള്ള ഓസോൺ ഡിപ്ലീഷൻ ആണ്. പക്ഷേ നാച്ചുറൽ ആക്ടിവിറ്റീസ് കാരണം അല്ലെങ്കിൽ നാച്ചുറൽ കോസസ് കാരണം ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാവാം. പക്ഷെ അതൊരു വളരെ മൈനർ എമൗണ്ട് ആയിരിക്കും. ഒരു 1 to 2% ഡിപ്ലീഷൻ മാത്രമേ അത് കാരണമാവുള്ളൂ. ബാക്കിയൊക്കെ ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് കാരണം ഉണ്ടാകുന്ന ഓസോൺ ഡിപ്ലീഷൻ ആണ്.
മെയിൻ നാച്ചുറൽ കോസസ് ഫോർ ഓസോൺ ഡിപ്ലീഷൻ ചോദിക്കുകയാണെങ്കിൽ അത് വോൾക്കാനിക് ഇറപ്ഷൻ, അതുപോലെ സൺസ്പോട്ട്, നേരത്തെ പറഞ്ഞ പോളാർ സ്ട്രാറ്റോസ്ഫിയറിക് ക്ലൗഡ്സ് അല്ലെങ്കിൽ വിൻഡ്സ്, പോളാർ സ്ട്രാറ്റോസ്ഫിയറിക് ക്ലൗഡ്സ് ഓർ വിൻഡ്സ്. 3 കാര്യങ്ങൾ എഴുതുക. നാച്ചുറൽ കോസസ് ഫോർ ഓസോൺ ഡിപ്ലീഷൻ ആണ്. 1 വോൾക്കാനിക് ഇറപ്ഷൻ, 2 സൺസ്പോട്ട്, 3 സ്ട്രാറ്റോസ്ഫിയറിക് വിൻഡ്സ്. വർഷത്തിന്റെ സൈക്കിളിൽ ഓരോ 11 വർഷവും കൂടുമ്പോൾ സൂര്യന്റെ പുറംഭാഗത്തുള്ള ചില റീജിയൻസിൽ ഹീലിയം കംപ്ലീറ്റ് ആയിട്ട് ബേൺ ഔട്ട് ചെയ്ത് പോയിട്ട് അവിടെ ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ടുകൾ ഉണ്ടാവും. ആ ഡാർക്ക് സ്പോട്ടുകളെയാണ് സൺസ്പോട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സൺസ്പോട്ട് ഉണ്ടാവുന്ന സൈക്കിൾ എന്ന് പറയുന്നതാണ് മിലൻകോവിച്ച് സൈക്കിൾ എന്നാ പറയുന്നത്. സോ മിലാൻകോവിച്ച് സൈക്കിൾ ഈസ് റിലേറ്റഡ് ടു സൺസ്പോട്ട് ആണ്. മിലാൻകോവിച്ച് സൈക്കിൾ, MILANKOVITCH, Milankovitch cycle. So Milankovitch cycle 2008 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. Milankovitch cycle is related to sunspot ആണ്. സൺസ്പോട്ടിന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ ഓരോ 11 ഇയേഴ്സിലും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ആ സൈക്കിൾ. സോ 11 ഇയേഴ്സ് സൈക്കിൾ ആണ് മിലാൻകോവിച്ച് സൈക്കിൾ എന്ന് പറയുന്നത്. മോൺട്രിയൽ പ്രോട്ടോകോളിന് വേണ്ടിയിട്ട് ഇന്ത്യ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുത്തത്? So India completely phased out production and consumption of chlorofluorocarbons, carbon tetrachloride and halogens. So India ഏതിന്റെയൊക്കെ consumption and production ആണ് completely phase out ചെയ്തതെന്ന് ചോദിച്ചാൽ chlorofluorocarbons, carbon tetrachloride, halogens ആണ്. ഈ പറയുന്നത് തന്നെ 2013 എന്ന് പറയുന്ന ഒരു സ്കെഡ്യൂൾ ടൈം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനും 2 വർഷം മുമ്പ് ഇന്ത്യ അത് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു ഹാർംഫുൾ ഓഡിയസ് കം ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഇത് മെയിൻ ആയിട്ട് സ്റ്റീൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സിലാണ് യൂസ് ചെയ്തിരുന്നത്. സ്റ്റീലിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കെമിക്കലാണ് കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറയുന്നത്. ഇപ്പൊ അവർ യൂസ് ചെയ്യുന്നത് ടെട്രാക്ലോറോ ഇത്തീൻ, വിച്ച് ഇസ് ലെസ് ഹാർംഫുൾ ടു ദ എൻവയോൺമെന്റ്. അതാണ് ഓക്കെ. സോ കാർബൺ ടെട്രാക്ലോറൈഡിന് പകരം റീപ്ലേസ് ചെയ്തുകൊണ്ട് സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ സ്റ്റീൽ ക്ലീൻ ചെയ്യാനായിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നത് ടെട്രാക്ലോറോ എത്തീൻ ആണ്. സോ 2030 കൂടി ഇന്ത്യ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഹൈഡ്രോക്ലോറോ കാർബൺസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫേസിംഗ് ഔട്ട് ആണ്. മോൺട്രിയൽ പ്രോട്ടോകോളിൽ ഇന്ത്യയുടെ കമ്മിറ്റ്മെന്റ് ആണിത്. അതുപോലെ ഇന്ത്യ ലോകത്തിലെ തന്നെ കോംപ്രിഹെൻസീവ് കൂളിംഗ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൊണ്ടുവന്ന വളരെ ചുരുക്കം കൺട്രികളിലുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. റെസിഡൻഷ്യൽ ഏരിയാസിലും അതുപോലെ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്സിലും കൂളിംഗ്, കോൾഡ് ചെയിൻ റെഫ്രിജറേഷൻ, ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രീസിലൊക്കെ ഒരു കളക്റ്റീവ് ആയിട്ട് കൂളിംഗ് ആക്ഷൻ കൊണ്ടുവരിക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു കൂളിംഗ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. അതുവഴി നമുക്ക് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എമിഷൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ അണ്ടറിൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന ഈ കിഗാലി അമെൻമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇന്ത്യയിൽ കൊണ്ടുവന്ന, അതിപ്പോ വേൾഡിലും യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ഗ്ലോബൽ കൂളിംഗ് കോയലേഷൻ. സോ ഗ്ലോബൽ കൂളിംഗ് കോയലേഷൻ, ഇറ്റ് ഇസ് റിലേറ്റഡ് ടു കിഗാലി അമെൻമെന്റ് ഓഫ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇതുവഴി നമുക്ക് കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസിന്റെ ഇത് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുവഴി ക്ലൈമറ്റ് ചേഞ്ചിനെ ഒരു പരിധിവരെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ സാധിക്കും. ഇതിനൊക്കെ വേണ്ടിയിട്ട് കിഗാലി അമെൻമെന്റിലൂടെ വന്ന ഒരു കോയലേഷൻ, ഒരു ഗ്രൂപ്പിംഗ് ആണ് ഗ്ലോബൽ കൂളിംഗ് കോയലേഷൻ എന്ന് പറയുന്നത്. SDGs അറ്റൈൻ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. സോ നമ്മൾ ഈ പോർഷൻസ് കഴിഞ്ഞു. നമുക്കിനി അടുത്തത് ഇന്ത്യയിലെ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, ബയോസ്ഫിയർ റിസർവ്സ് ചോദിക്കാറുണ്ട്. അതായത് ഇപ്പം ഇന്ത്യയിലെ ഒരു 4 ബയോസ്ഫിയർ റിസർവ് വന്നിട്ട് അടുത്ത സൈഡിൽ ഒരു 4 സ്റ്റേറ്റ്സ് വന്നിട്ട് ഏതൊക്കെ ബയോസ്ഫിയർ റിസർവ് ഏതൊക്കെ സ്റ്റേറ്റിലാണ്, അല്ലെങ്കിൽ നാഷണൽ പാർക്ക് ഏതൊക്കെ സ്റ്റേറ്റ്സിലാണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏത് സ്റ്റേറ്റ്സിലാണ്, ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. സോ ഇപ്പൊ ഈ പഠിപ്പിച്ച പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, എന്തെങ്കിലും എക്സ്ട്രാ വേണോ, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടോ?
ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. എന്താണ് എല്ലാരും ഉറക്കമാണോ? നെക്സ്റ്റിലേക്ക് പോവാൻ വേണം. ഇതിലേക്ക് പോവാം. ഓക്കെ, സോ അപ്പൊ ഞാൻ അടുത്ത സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ എന്നൊന്ന് പറയണേ. ഓക്കെ, കാണുന്നുണ്ടോ? കാണാം മാഡം. ഞാനൊന്ന് മാറ്റുമ്പോഴത്തേക്ക് അടുത്ത സ്ക്രീനും കാണുന്നുണ്ടോ എന്നൊന്ന് പറയണേ. കാണുന്നുണ്ടോ? യെസ്. നമ്മുടെ അടുത്ത് ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണ്. ഇന്ത്യയിലെ പ്രൊട്ടക്റ്റഡ് ഏരിയാസിനെ മെയിൻ ആയിട്ട് നമുക്ക് 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് നാഷണൽ പാർക്ക്, ദെൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി, കൺസർവേഷൻ റിസർവ്സ് ആൻഡ് കമ്മ്യൂണിറ്റി റിസർവ്സ്. ഈ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ഒക്കുപേഷൻ അല്ലെങ്കിൽ ലീസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ്, അങ്ങനെയുള്ള ഏരിയാസിനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റഡ്. ഹ്യൂമൻ ഒക്കുപേഷൻ വളരെ കുറവുള്ളതും വളരെ കുറച്ച് എക്സ്പ്ലോയിറ്റേഷൻ മാത്രം, റിസോഴ്സസിന്റെ വളരെ കുറവായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ നടന്നിട്ടുള്ള ഏരിയാസിനെയാണ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആയിട്ട് കൺഫൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തത് ബയോസ്ഫിയർ റിസർവ്. കൊടുത്തിരിക്കുന്നത് വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ഉത്തരാഖണ്ഡിലുള്ള ഒരു സ്ഥലമാണ്. എന്താണ് ബയോസ്ഫിയർ റിസർവ്? ഇറ്റ് ഈസ് an international designation by UNESCO for representative parts of natural and cultural landscape extending over large areas of terrestrial or coastal or marine ecosystems or a combination of both. ഒരു വലിയ ലാൻഡ്സ്കേപ്പ്, ഒരു പാർട്ടിന്റെ, ഒരു വലിയ നാച്ചുറൽ അല്ലെങ്കിൽ കൾച്ചറൽ ലാൻഡ്സ്കേപ്പിന്റെ ഒരു പാർട്ടായിരിക്കും ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. യുനെസ്കോ ആയിരിക്കും ഇതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ടെറസ്ട്രിയൽ പാർട്ട് ആവാം, കംപ്ലീറ്റ്ലി ടെറസ്ട്രിയൽ പാർട്ട് ആവാം, കംപ്ലീറ്റ്ലി കോസ്റ്റൽ അല്ലെങ്കിൽ മറൈൻ പാർട്ട് ആവാം, അല്ലെങ്കിൽ രണ്ടിന്റെയും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ ആവാം. ഇപ്പൊ സുന്ദർബൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് കോമ്പിനേഷൻ ഓഫ് ടെറസ്ട്രിയൽ ആൻഡ് കോസ്റ്റൽ എക്കോസിസ്റ്റം ആണ്. വാലി ഓഫ് ഫ്ലവേഴ്സ് എടുക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം ആണ്. ഗൾഫ് ഓഫ് കച്ച് അല്ലെങ്കിൽ റാൻ ഓഫ് കച്ച് എടുക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി മറൈൻ എക്കോസിസ്റ്റം ആണ്. ഓക്കെ, സോ ഒന്നുകിൽ ഓർത്തണം, ആ വാക്ക് ഓർത്തണം, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം അല്ലെങ്കിൽ മറൈൻ എക്കോസിസ്റ്റം അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലാർജ് ലാൻഡ് നാച്ചുറൽ ആൻഡ് കൾച്ചറൽ ലാൻഡ്സ്കേപ്പിനെയാണ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ഇത് ഇന്റർനാഷണലി അക്ലൈംഡ് ആണ്. യുനെസ്കോ ആണ് ഇതിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. എന്താണ് ബയോസ്ഫിയർ റിസർവ്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ട്രൈസ് ടു ബാലൻസ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. ആ ഒരു ഏരിയയിൽ, ആ ഒരു ലാൻഡ്സ്കേപ്പിന്റെ ഇക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റിനെ ബാലൻസ് ചെയ്തുകൊണ്ട്, കൾച്ചറൽ വാല്യൂസിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട്, നേച്ചറിനെ പ്രിസർവ് ചെയ്യുക. സോ മെയിൻലി പ്രിസർവേഷൻ ഓഫ് നേച്ചർ along with the preservation of cultural, economic and social development of area. ആ ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ പറ്റുന്ന റിസർവ്സ് അല്ലെങ്കിൽ ഏരിയാസിനെ, ലാൻഡ്സ്കേപ്സിനെയാണ് ബയോസ്ഫിയർ റിസർവ്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഹ്യൂമൻസിന്റെ പെർസ്പെക്റ്റീവിലാണെങ്കിലും നേച്ചറിന്റെ പെർസ്പെക്റ്റീവിലാണെങ്കിലും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നാച്ചുറൽ എൻവയോൺമെന്റ് ആണ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഹ്യൂമൻ ബീങ്സും നേച്ചറും മ്യൂച്വലി റെസ്പെക്ട് ചെയ്ത് കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ലാൻഡ്സ്കേപ്പിന് വളരെ ലാർജ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ബയോസ്ഫിയർ റിസർവ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ലിവിംഗ് എക്സാമ്പിൾ ഓഫ് ഹൗ ഹ്യൂമൻ ബീങ്സ് ആൻഡ് നേച്ചർ കോ എക്സിസ്റ്റ് ടുഗദർ മ്യൂച്വലി while representing each other's needs. എങ്ങനെയാണ് ഒരു ഏരിയയെ ബയോസ്ഫിയർ റിസർവ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ എന്താ പറഞ്ഞാൽ, ആ സൈറ്റില് ഒരു മിനിമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള, വളരെ
പ്രഷ്യസ് ആയിട്ടുള്ള വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഫ്ലോറാസ് ആൻഡ് ഫോണാസ് ഉള്ള ഒരു കോർ ഏരിയ ഉണ്ടായിരിക്കണം. ഈ കോർ ഏരിയ ആയിരിക്കും ഈ ബയോസ്ഫിയർ റിസർവിന്റെ ബയോജോഗ്രഫിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ ബയോജോഗ്രഫിക്കൽ യൂണിറ്റ് ഓഫ് എ ബയോസ്ഫിയർ റിസർവ് ഇസ് കോർ ഏരിയ. അതുപോലെ തന്നെ and it should have a large enough to sustain a viable population representing all trophic levels. Trophic levels എന്ന് പറഞ്ഞാൽ producers, consumers, primary consumers, secondary consumers, tertiary consumers, അങ്ങനെ എല്ലാ kinds of wild lifeും exist ചെയ്യുന്ന ഒരു സസ്റ്റൈനബിൾ പോപ്പുലേഷൻ അല്ലെങ്കിൽ ട്രോഫിക് ലെവൽസ് എക്സിസ്റ്റ് ചെയ്യുന്ന ബയോജോഗ്രഫിക്കൽ യൂണിറ്റിനെയാണ് കോർ ഏരിയ എന്ന് പറയുന്നത്. കോർ ഏരിയ അങ്ങനെ ഒരു കോർ ഏരിയ എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ബയോസ്ഫിയർ റിസർവ് ആയിട്ട് നമുക്ക് ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കോർ ഏരിയ ഒന്നുകൂടെ പറയുന്നു. കോർ ഏരിയ എന്ന് പറയുന്നത് ഒരു ബയോസ്ഫിയർ, ഒരു പ്രൊട്ടക്റ്റഡ് ലാൻഡ്സ്കേപ്പിന്റെ ബയോജോഗ്രഫിക്കൽ യൂണിറ്റ് ആണ്. അതായത് അതിന്റെ ജോഗ്രഫിയും അതിന്റെ ബയോളജിക്കൽ കണ്ടന്റ്സും രണ്ടും വളരെ പെക്യുലർ ആയിരിക്കും. ചിലപ്പോൾ വേറെ എങ്ങും കാണാത്ത തരത്തിലുള്ള സ്പീഷീസ് ഒക്കെ ആയിരിക്കാം ആ ഏരിയാസിൽ ഉണ്ടാവുക. മാത്രമല്ല ആ ഏരിയാസിൽ എല്ലാ ടൈപ്പ് ഓഫ് ട്രോഫിക് ലെവൽസ്, അതായത് പ്രൊഡ്യൂസേഴ്സ്, പ്ലാന്റ്സ് ഉണ്ടാവാം, ആ പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്യുന്ന പ്രൈമറി കൺസ്യൂമേഴ്സ് ഉണ്ടാവാം, അവരെ കൺസ്യൂം ചെയ്യുന്ന സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഉണ്ടാവാം. അങ്ങനെ എല്ലാ ട്രോഫിക് ലെവൽസും റെപ്രസെന്റ് ചെയ്യുന്ന പോപ്പുലേഷൻസും അവിടെ ഉണ്ടാവാം. അങ്ങനെയുള്ള ഒരു ഏരിയയാണ് കോർ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? കോർ ഞാൻ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. Then local communities in involvement ഉണ്ടാവുന്ന ഏരിയയാണ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, ഫോറസ്റ്റ് ഡ്വെല്ലിംഗ് കമ്മ്യൂണിറ്റീസിന്റെ ഇൻവോൾവ്മെന്റും ബയോഡൈവേഴ്സിറ്റി പ്രിസർവേഷന് വേണ്ടിയിട്ടുള്ള അവരുടെ നോളജും യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസിനെയും നമ്മൾ എന്തായിട്ട് ബയോസ്ഫിയർ റിസർവ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാം. Then structure of biosphere reserve. ഇതാണ് ഒരു ബയോസ്ഫിയർ റിസർവിന്റെ സ്ട്രക്ചർ. ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്നതാണ് അതിന്റെ കോർ സോൺ. ഒരു രീതിയിലുള്ള ഹ്യൂമൻ ആക്ടിവിറ്റിയും അലൗ ചെയ്യാത്ത ഏരിയ ആണ് ഈ കോർ സോൺ എന്ന് പറയുന്നത്. അതിന് ബഫർ ആയിട്ട് കാണുന്ന സോണിനെയാണ് ബഫർ സോൺ എന്ന് പറയുന്നത്. ഈ ബഫർ സോണിൽ ചെറിയ രീതിയിലുള്ള ടൂറിസം, ആനിമൽ ഗ്രേസിങ്, അതായത് അവിടെ ഉള്ള ട്രൈബൽസിനെയും ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സിന്റെയും ഒക്കെ ആനിമൽസിനെ ഗ്രേസ് ചെയ്യാനൊക്കെ അലൗഡ് ആണ്. അതിന് പുറത്തായിട്ട് കാണുന്നതാണ് ട്രാൻസിഷൻ സോൺ. ഈ ട്രാൻസിഷൻ സോണിലാണ് ട്രൈബൽ സെറ്റിൽമെന്റ്സിന്റെ അലൗട്ട്മെന്റ്, ക്രോപ്പ് കൾട്ടിവേഷന്റെ അലൗട്ട്മെന്റ്സ് എല്ലാം നടക്കുന്നത് ഈ ട്രാൻസിഷൻ സോണിലാണ്. സോ നേച്ചറും ഹ്യൂമൻസും മ്യൂച്വലി കോഎക്സിസ്റ്റ് ചെയ്യുന്നു വൈൽ റെസ്പെക്ടിങ് ദ നീഡ്സ് ഓഫ് ഈച്ച് അതേഴ്സ്. രണ്ടുപേരുടെയും നീഡ്സിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഹ്യൂമൻസും നേച്ചറും കോഎക്സിസ്റ്റ് ചെയ്യുന്ന ലാൻഡ്സ്കേപ്പുകളെയാണ് ബയോസ്ഫിയർ റിസർവുകൾ എന്ന് പറയുന്നത്. കോർ ഏരിയ ഏറ്റവും പ്രൊട്ടക്റ്റഡ്, ബയോസ്ഫിയർ റിസർവിൽ ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ബയോജോഗ്രഫിക്കൽ യൂണിറ്റ്, പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. ഇറ്റ് മേ കണ്ടെയ്ൻ എൻഡമിക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. നമ്മൾ പറഞ്ഞില്ലേ അവിടെ മാത്രം കാണുന്ന എൻഡമിക് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്ത്, ലോകത്ത് വേറെ എവിടെയും ആ ഒരു പ്ലാന്റോ ആനിമലോ ഉണ്ടാവില്ല, ആ ഒരു സ്ഥലത്ത് മാത്രം പെർട്ടിക്കുലർലി കാണുന്ന പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഉള്ള ഏരിയാസ് ആയിരിക്കും കോർ ഏരിയാസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നീലക്കുറിഞ്ഞി എടുക്കുകയാണെങ്കിൽ, നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത് കോർ ഏരിയയിൽ കാണുന്ന ഒരു പ്ലാന്റ് ആണ്. അത് വേറെ ലോകത്ത് വേറെ എങ്ങും അതില്ല. മൂന്നാർ റീജിയൻസിൽ കാണുന്നത് ഒരു എൻഡമിക് പ്ലാന്റ് ആണ് അത്. Then they conserve the wild relatives of economic species and also represent important genetic reservoirs having exceptional scientific interest. അതായത് ചിലപ്പോൾ ഇതുവരെ സയന്റിഫിക് വേൾഡ് കണ്ടെത്താത്ത പലതരം സ്പീഷീസ് അല്ലെങ്കിൽ അവരുടെ തന്നെ സബ് സ്പീഷീസുകൾ, ഇതിന്റെയൊക്കെ ഒരു കളക്റ്റീവ് റിസോഴ്സ് ആയിരിക്കും, ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു പോട്ട്പുറി ആയിരിക്കും ഈ പറയുന്ന കോർ ഏരിയ എന്ന് പറയുന്നത്. ഒരു നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ഒരു സാങ്ച്വറി, ഒരു റെഗുലേറ്റഡ് ഏരിയ, ഇതൊക്കെ വരുന്നത് കോർ ഏരിയാസിലായിരിക്കും. സോ ഒരു ബയോസ്ഫിയർ റിസർവിന്റെ കോർ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് it can be a national park, it can be a wildlife sanctuary, it can be a protected area, it can be a tiger reserve, it can be a regulated area. ഇതൊക്കെ ആവാം. അതിനെ അങ്ങനെ റെഗുലേറ്റഡ് ഏരിയയോ നാഷണൽ പാർക്കോ ഒക്കെ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ആക്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972 സോ നാഷണൽ പാർക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവിന്റെ ഏരിയാസ് ആയിരിക്കും കോർ ഏരിയാസ് എന്ന് പറയുന്നത്. ഇതിനെ ബയോസ്ഫിയർ റിസർവിന്റെ കോർ ഏരിയ ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്ന നാഷണൽ പാർക്കുകൾ ഏത് ആക്ടിന്റെ അണ്ടറിലാണ്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1972. Then ബഫർ സോൺ നമ്മൾ പറഞ്ഞു, ഈ കോർ ഏരിയക്ക് ചുറ്റും കാണുന്ന സറൗണ്ടിങ് ഏരിയാസ് ആയിരിക്കും ബഫർ സോൺ. ഇവിടെ ലിമിറ്റഡ്, എല്ലാ തരത്തിലുള്ള ടൂറിസവും അലൗ ചെയ്യില്ല. ലിമിറ്റഡ് ടൂറിസം, ആ ഒരു ഏരിയക്ക് പറ്റുന്ന വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ടൂറിസംസ് മാത്രമേ അലൗ ചെയ്യുള്ളൂ. ഫിഷിംഗ് അലൗ ചെയ്യും, ഗ്രേസിംഗ് അലൗ ചെയ്യും. അത് തന്നെ കോർ സോണിന് അധികം പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ മാത്രമേ അതൊക്കെ അവിടെ അലൗ ചെയ്യുള്ളൂ. റിസർച്ച് ഓർത്തിരിക്കുക, റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് എൻകറേജ് ചെയ്യുന്ന സോൺ ആണ് ബഫർ സോൺ.
ഈ ബഫർ സോണിലേക്കാണ് റിസർച്ചേഴ്സിനെയും അതുപോലെ സയന്റിസ്റ്റുകളെയും എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസുകളും ഒക്കെ കടത്തിവിടുന്ന ബയോസ്ഫിയർ റിസർവിന്റെ പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന ബഫർ സോൺ ആണ്. സോ ബഫർ സോൺ ആണ് റിസർച്ചേഴ്സിനും എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസിനും ആക്സസിബിൾ ആയിട്ടുള്ള ഏരിയ. കോർ ഏരിയ എന്ന് പറയുന്നത് എൻറ്റഡ് ബയോജോഗ്രഫിക്കൽ യൂണിറ്റ്, endemic plants and animals ആയിരിക്കും. No humans are allowed inside the core area. ഈ കോർ ഏരിയയിലായിരിക്കും നാഷണൽ പാർക്കുകൾ സിറ്റുവേറ്റ് ചെയ്യുക, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, റെഗുലേറ്റഡ് ഏരിയാസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ട്രാൻസിഷൻ സോൺ. ബയോസ്ഫിയർ റിസർവിന്റെ ഔട്ടർ മോസ്റ്റ് സോൺ ആണ്. ഇതിനെ നമ്മൾ സോൺ ഓഫ് കോ ഓപ്പറേഷൻ എന്നും പറയും. അവിടെയുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസും ഫോറസ്റ്റ് ഡ്വെല്ലിംഗ് കമ്മ്യൂണിറ്റീസും ഒക്കെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പെൻഡന്റ് തിങ്സ് കളക്ട് ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും ഒക്കെ ഈ ട്രാൻസിഷൻ സോണിൽ നിന്നുകൊണ്ടായിരിക്കും. ഇതിനൊരു എക്സാമ്പിൾ പറയാമോ? ലൈക്ക് ഇപ്പോ നമ്മളിപ്പം മൂന്നാറ് അതുപോലെ പെരിയാറ് ടൈഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒക്കെ ഇല്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മള് നാഗർഹോൾ എടുക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന നീൽഗിരീസ് എടുക്കുകയാണെങ്കിൽ നീൽഗിരീസിന്റെ ഏറ്റവും ഇന്നർ സോണിൽ വരുന്ന ഏരിയാസിനെ ആയിരിക്കും കോർ സോൺ എന്ന് പറയുന്നത്. അതിന്റെ ഔട്ടർ സോണിൽ വരുന്ന മണ്ണാർക്കാട് എന്നൊക്കെ പറയുന്ന ആ ഒരു പഞ്ചായത്ത് ഏരിയ ഉണ്ട് മണ്ണാർക്കാട്. ഈ മണ്ണാർക്കാട് ഏരിയാസിന്റെ ഫോറസ്റ്റ് ഏരിയാസ് എന്ന് പറയുന്നത് ബഫർ സോണിലായിരിക്കും വരുന്നത്. അതിന് പുറത്തുള്ള ചെറിയ ചെറിയ ഫോറസ്റ്റ് പാച്ചുകളിലായിരിക്കും ഈ ട്രാൻസിഷൻ സോൺ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഒരു നാഷണൽ പാർക്ക്, ഇപ്പം ബനർഘട്ട നാഷണൽ പാർക്ക് നീൽഗിരിക്കകത്ത് വരുന്നതാണ് ബനർഘട്ട നാഷണൽ പാർക്ക്. ഈ ബനർഘട്ട നാഷണൽ പാർക്ക് കോർ സോണിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ നീൽഗിരിയുടെ കോർ സോണിലാണ് നാഷണൽ പാർക്കുകൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. എല്ലാ ബയോസ്ഫിയർ റിസർവിലും നാഷണൽ പാർക്കുകൾ ഉണ്ടാവണമെന്നില്ല. നാഷണൽ പാർക്കുകൾ അല്ലാതെയും എക്സിസ്റ്റ് ചെയ്യാം. പക്ഷെ ബയോസ്ഫിയർ റിസർവിനുള്ളിലുള്ള കോർ ഏരിയാസിനെ നാഷണൽ പാർക്കായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാം. കമ്പൽസറി അല്ലത്. Okay, fine. Okay. Next, functions of biosphere reserve. ഒരു ബയോസ്ഫിയർ റിസർവിന്റെ മെയിൻ ആയിട്ടുള്ള 3 ഫങ്ഷൻസ് ആണ്. ഒന്ന് കൺസർവേഷൻ, മെയിൻ ആയിട്ട് കൺസർവേഷൻ ആണ്. അവിടുത്തെ റിസോഴ്സസ്, ജനറ്റിക് റിസോഴ്സസ്, എൻഡമിക് സ്പീഷീസ്, ഇക്കോസിസ്റ്റത്തിന്, ലാൻഡ്സ്കേപ്പുകൾ, ഇതിനെയൊക്കെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ബയോസ്ഫിയർ റിസർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് പ്രിവെന്റ് ചെയ്യുക. നമുക്കറിയാം ഈ ഒഡീഷയിൽ സിംലിപാൽ നാഷണൽ പാർക്കില്, അതുപോലെ തന്നെ തഡോബ നാഷണൽ പാർക്ക് മഹാരാഷ്ട്രയിൽ വരുന്ന, ഇവിടെയൊക്കെ ഒരു സമയത്ത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വളരെ കൂടുതലായിരുന്നു. കാര്യം അവിടുത്തെ ട്രൈബൽസും ഈ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സും ഒക്കെ ഈ കാടിനുള്ളിലേക്ക്, കോർ ഏരിയ ആയ നാഷണൽ പാർക്കിനുള്ളിലേക്ക് അവരുടെ ഡിപ്പെൻഡന്റ് തിങ്സ് എടുക്കാനായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് എടുക്കാനായിട്ടോ ഒക്കെ പോവുകയും അവിടുത്തെ ആനിമൽസുമായിട്ട് കോൺഫ്ലിക്റ്റ് ആവുകയും ചെയ്യും. അതിന്റെ ഫൈൻ എക്സാമ്പിൾ ആണ് അൻവി എന്ന് പറയുന്ന ഒരു ടൈഗർ. നമ്മൾ അൻവി അല്ല, അവനി എന്ന് പറയുന്ന ഒരു ടൈഗർ നമ്മുടെ മഹാരാഷ്ട്രയില് നാഷണൽ പാർക്കിൽ തഡോബയിൽ ഉണ്ടായിരുന്നു, അതുപോലെ ഒഡീഷയിലും ഉണ്ടായിരുന്നു. ഇതിപ്പം മഹാരാഷ്ട്രയുടെ ഇതിലാ പറയുന്നത്. ഈ അവനി അവിടുത്തെ ട്രൈബൽസുമായിട്ട് അറ്റാക്ക് ചെയ്യുകയും ഒരു മാൻ ഈറ്റർ ടൈഗർ ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിനെ അവസാനം വെടിവെച്ച് കൊല്ലേണ്ട ഒരു അവസ്ഥ വന്നു. കാര്യം അവർ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വളരെ കൂടുകയും അവർക്ക് കൂടുതലായിട്ട് ഹ്യൂമൻ ഫ്ലഷിനോട് കൂടുതൽ ഇതാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയുള്ളത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബയോസ്ഫിയർ റിസർവ്. അതായത് മനുഷ്യനെ കോർ ഏരിയാസിലേക്ക് കടത്തിവിടാതിരിക്കുക, ബഫറിൽ തന്നെ ലിമിറ്റഡ് ആക്സസിബിലിറ്റി കൊടുക്കുക, ഇതുവഴി മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യുക, മൃഗങ്ങൾക്ക് അവരുടെ ടെറിട്ടറിയും ഹ്യൂമൻസിന് അവരുടെ ടെറിട്ടറിയുമായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുക. ഇതിനോടൊപ്പം തന്നെ ബയോസ്ഫിയർ റിസർവ് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ട്രൈബൽസിന്റെ കൾച്ചറും അതുപോലെ തന്നെ കസ്റ്റംസും ഒക്കെ വൈൽഡ് ലൈഫിനോട് കൂടി ചേർന്ന് തന്നെ രണ്ടും ഒരുമിച്ച് കോഎക്സിസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക. രണ്ടാമത്തെ ഫംഗ്ഷൻ ഡെവലപ്മെന്റ് ആണ്. സോഷ്യൽ എക്കണോമിക് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു മെയിൻ ഒരു 3 പില്ലേഴ്സിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നതാണ് ഈ ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ എക്കണോമിക് എന്ന് പറയുമ്പോൾ ടൂറിസം വഴി കിട്ടുന്ന എക്കണോമിക് ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ട്രൈബൽസിന് കൊടുക്കാൻ കഴിയുന്ന സോഷ്യൽ ഡെവലപ്മെന്റ്, ഇതിനോടൊപ്പം തന്നെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്റ്റും ചെയ്യുക. ആ ഒരു 3 പില്ലേഴ്സ് ഓഫ് ഡെവലപ്മെന്റാണ് ഡെവലപ്മെന്റ് കൊണ്ട് ഫോക്കസ് ചെയ്യുന്നത്. ലോജിസ്റ്റിക് സപ്പോർട്ട്, അതായത് റിസർച്ച് ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുക, പലതരം സ്പീഷീസ്, അവരുടെ മാനറിസംസ്, അവരുടെ സൈക്കിൾസ് ഓഫ് ബർത്ത്, ഡെത്ത്, ലൈഫ്, റിപ്രൊഡക്ഷൻ, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുക. എൻവയോൺമെന്റലിനെ കുറിച്ചുള്ള പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കുക. നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റൽ കൺസർവേഷൻസിനെ കുറിച്ചുള്ള ഐഡിയാസ് പ്രൊമോട്ട് ചെയ്യുക. ഇതൊക്കെയാണ് ബയോസ്ഫിയർ റിസർവ്സിന്റെ ലോജിസ്റ്റിക് സപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
സോ ഇന്ത്യയിൽ 18 ബയോസ്ഫിയർ റിസർവുകൾ ഉണ്ട്. ഈ 18 ബയോസ്ഫിയർ റിസർവുകളും എന്തായാലും പഠിച്ചിരിക്കണം, ചോദിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ സ്റ്റേറ്റിലാണെന്നുള്ളതും പഠിച്ചിരിക്കുക. ഒന്ന് കോൾഡ് ഡെസേർട്ട് ഹിമാചൽ പ്രദേശില്, നന്ദാദേവി ഉത്തരാഖണ്ഡില്, കാഞ്ചൻജംഗ സിക്കിം. കാഞ്ചൻജംഗ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇതൊരു നാച്ചുറൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ആണ്. ഇന്ത്യയുടെ ഒരേ ഒരു നാച്ചുറൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ആയിട്ട് അറിയപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ആണ് കാഞ്ചൻജംഗ സിക്കിമിലുള്ളത്. ദബാങ് അരുണാചൽ പ്രദേശില്, മനാസ് ബയോസ്ഫിയർ റിസർവ് ആസാമില്, ദിബ്രു സൈക്കാവോ ആസാമില്. ഏറ്റവും സ്മോളസ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും സ്മോളസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ആണ് ദിബ്രു സൈക്കാവോ ആസാം. നോക്രക് മേഘാലയ, പന്ന മധ്യപ്രദേശ്, പച്മാർഹി മധ്യപ്രദേശ്, അജ്നാക്മർ അമർകണ്ടക് ഇത് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമായിട്ട് കിടക്കുന്ന, 2 സ്റ്റേറ്റ്സിലുമായിട്ട് കിടക്കുന്ന ഒരു ബയോസ്ഫിയർ റിസർവ് ആണ് അജ്നാക്മർ അമർകണ്ടക് ബയോസ്ഫിയർ റിസർവ്. സിമിലിപാൽ ഒഡീഷ, സുന്ദർബൻ വെസ്റ്റ് ബംഗാൾ. സുന്ദർബന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ടെറസ്ട്രിയൽ കം മറൈൻ എക്കോസിസ്റ്റം, രണ്ടിലും കൂടെ ചേർന്ന് കിടക്കുന്ന മിക്സഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് സുന്ദർബൻ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ശേഷാചലം ആന്ധ്രാപ്രദേശ്, അഗസ്ത്യമല കർണാടക, തമിഴ്നാട്, കേരള. 3 സ്ഥലത്തായിട്ട് 3 സ്റ്റേറ്റിലായിട്ട് കിടക്കുന്നതാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. കർണാടക, തമിഴ്നാട്, കേരള. നീൽഗിരി തമിഴ്നാട്, കേരള. ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ദ ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ഇൻ ഇന്ത്യ, നീലഗിരി ബയോസ്ഫിയർ റിസർവ്. അതുപോലെ ലാർജസ്റ്റ് ബയോസ്ഫിയർ റിസർവ് റാൻ ഓഫ് കച്ച്, ഗുജറാത്ത്. സ്മോളസ്റ്റ് ദിബ്രു സൈക്കാവോ ആസാം ആണ്. ഗൾഫ് ഓഫ് മാന്നാർ തമിഴ്നാട്. ഗ്രേറ്റ് നിക്കോബാർ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. സോ ഈ 18 എണ്ണം പഠിക്കുക. സ്മോളസ്റ്റ് ഏതായിരുന്നു മാഡം? ദിബ്രു സൈക്കാവോ, ഇതാണ് ദിബ്രു സൈക്കാവോ ആസാം. ലാർജസ്റ്റ് റാൻ ഓഫ് കച്ച്, ഗുജറാത്ത്. ഫസ്റ്റ് വൺ നീൽഗിരി ബയോസ്ഫിയർ റിസർവ്. കാഞ്ചൻജംഗ പറഞ്ഞ എന്തായിരുന്നു? കാഞ്ചൻജംഗ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരേ ഒരു ദ ഓൺലി കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഹെറിറ്റേജ് ഇൻ ഇന്ത്യ. യുനെസ്കോയുടെ തന്നെ മറ്റൊരു ഡെസിഗ്നേഷൻ ആണ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറയുന്നത്. അതില് ഇന്ത്യയുടെ ഒരേ ഒരു, സാധാരണ നാച്ചുറൽ ഹെറിറ്റേജ് സൈറ്റ് അല്ലെങ്കിൽ കൾച്ചറൽ ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. പക്ഷെ കാഞ്ചൻജംഗ മാത്രമാണ് ഒരു മിക്സഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. അതായത് ദ ഓൺലി കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഹെറിറ്റേജ് സൈറ്റ് ഇൻ ഇന്ത്യ. യുനെസ്കോയുടെ അണ്ടറിലുള്ള ഒരു തീമാണ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് പറയുന്നത്. ഈ ബയോസ്ഫിയർ റിസർവ്സിന് ഒരു ഇന്റർനാഷണൽ സ്റ്റാറ്റസ് കൊടുക്കാനായിട്ട് യുനെസ്കോ കൊണ്ടുവന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിന്റെ പേരാണ് മാബ്, മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാം ഓഫ് യുനെസ്കോ. ഈ ഒരു പ്രോഗ്രാമിന്റെ അണ്ടറിൽ ലോകത്തിൽ തന്നെ 122 രാജ്യങ്ങളിലായിട്ട് ഏതാണ്ട് 686 ബയോസ്ഫിയർ റിസർവിനെയാണ് ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ കൊടുത്തിരിക്കുന്നത്. അതിന് നമ്മുടെ നാഷണൽ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ ഏത് കൺട്രിയുടെ ഗവൺമെന്റ് ആണ്, ആ നാഷണൽ ഗവൺമെന്റ് കുറച്ച് ക്രൈറ്റീരിയാസ് വെച്ചിട്ട് നോമിനേറ്റ് ചെയ്യുന്ന ബയോസ്ഫിയർ റിസർവുകളെ ആയിരിക്കും യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാം ഓഫ് യുനെസ്കോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇത് 1971 ലോഞ്ച് ചെയ്ത പ്രോഗ്രാം ആണ് മാബ് എന്ന് പറയുന്നത്.
ഹ്യൂമൻസും എൻവയോൺമെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്സ് ഇംപ്രൂവ് ചെയ്യുക, ഒരു സയന്റിഫിക് ബേസിസിലൂടെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് മാബിന്റെ പ്രധാനമായിട്ടുള്ള എയിം. So launched in 1971 by UNESCO. It's an international status giving program. It is aimed to establish a scientific basis for the improvement of relationships between people and their environment. ഇന്ത്യയിൽ നിന്ന് ഇതുവരെ 11 ബയോസ്ഫിയർ റിസർവുകളാണ് മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാംസിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് നീൽഗിരിയാണ്. ദ ഫസ്റ്റ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാം നീൽഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. ഏറ്റവും അവസാനമായിട്ട് ആഡ് ചെയ്തത് കാഞ്ചൻജംഗയുമാണ്. ഇത് രണ്ടും ഓർത്തിരിക്കുക. ഇന്ത്യയിൽ മൊത്തം 11 ബയോസ്ഫിയർ, 18 എണ്ണം ടോട്ടൽ ഉണ്ട്. അതിൽ 11 ബയോസ്ഫിയർ റിസർവും യുനെസ്കോയുടെ മാപ്പ് പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡഡ് ആണ്. അതിൽ ആദ്യം ഇൻക്ലൂഡ് ചെയ്ത ബയോസ്ഫിയർ റിസർവ് നീൽഗിരി ബയോസ്ഫിയർ റിസർവും ലാസ്റ്റ് 2018 ഇൻക്ലൂഡ് ചെയ്തത് കാഞ്ചൻജംഗയുമാണ്. ഇത് കൂടാതെ ഗൾഫ് ഓഫ് മാന്നാർ ഉണ്ട്, സുന്ദർബൻ ഉണ്ട്, നന്ദാദേവി, നൊക്രക് മേഘാലയ, പച്മാർഹി, സിംലിപാൽ ഒഡീഷ, അച്ഛനാക്മർ അമർഖണ്ഡക് മധ്യപ്രദേശ് ഛത്തീസ്ഗഡിൽ വരുന്നത്, ഗ്രേറ്റ് നിക്കോബാർ, അഗസ്ത്യമല. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് ജസ്റ്റ് മാപ്പിനകത്ത് കുറെ സാധനങ്ങൾ ഉള്ളത് ഇട്ടിട്ടുണ്ട്, അതായത് എവിടേക്കാണ് എന്നുള്ളത്. ഇപ്പം നന്ദാദേവി ഉത്തരാഖണ്ഡിലുണ്ട്, പച്മാർഹി, അച്ഛനാക്മർ അമർഖണ്ഡക് ഇതൊക്കെ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ്, സിംലിപാൽ ഒഡീഷ എല്ലാം ഒന്നും ഇട്ടിട്ടില്ല, കുറെ ഒക്കെ ഇട്ടിട്ടുണ്ട്. സുന്ദർബൻസ്, മനാസ്, നൊക്രക് മേഘാലയയില്, ദിബ്രു സൈക്കാവ് ഏറ്റവും സ്മോളസ്റ്റ് ആസാമില്, ദഹാങ് ദിബാങ് അരുണാചൽ പ്രദേശില്, അതുപോലെ തന്നെ അഗസ്ത്യമല ഇട്ടിട്ടുണ്ട്, നീൽഗിരി ഇട്ടിട്ടുണ്ട്, ഗൾഫ് ഓഫ് മാന്നാർ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് നാഷണൽ പാർക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ മാത്രം ഓർത്തിരുന്നാൽ മതി. ഞാൻ പക്ഷെ എല്ലാം ഓൾമോസ്റ്റ് 104 നാഷണൽ പാർക്കുകളാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത്. അത് എക്സിസ്റ്റിംഗ് 2019 ഡേറ്റാബേസ് അനുസരിച്ച് ഇന്ത്യയിലെ 104 നാഷണൽ പാർക്കുകൾ ഉണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരാം, പക്ഷെ ഞാൻ എല്ലാത്തിന്റെയും ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, സമയമുള്ളപ്പോൾ വായിച്ചു നോക്കുക. എന്താണ് ഒരു നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ആൻ ഏരിയ വിത്ത് ഇനഫ് ഇക്കോളജിക്കൽ, ജിയോമോർഫോളജിക്കൽ and natural significance with rich fauna and flora which is designated to protect and to develop wildlife or its environment. ഒന്നുമില്ല, ഈ പറയുന്ന വൈൽഡ് ലൈഫ് ഫ്ലോറയുടെയോ ഫോണയോ ഫോക്കസ് ചെയ്തുകൊണ്ട് വൈൽഡ് ലൈഫിന്റെ ഡെവലപ്മെന്റിനും പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടുള്ള ഒരു ഇക്കോളജിക്കൽ ഏരിയയാണ് നമ്മൾ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഒരു ബയോസ്ഫിയർ റിസർവിന്റെ കോർ ഏരിയാസിനെ നമുക്ക് നാഷണൽ പാർക്ക് ആയിട്ട് പറയാം, അല്ലാതെയും നമുക്ക് നാഷണൽ പാർക്കുകളെ ഡെസിഗ്നേറ്റ് ചെയ്യാൻ പറ്റും. IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ കാറ്റഗറി 2 അണ്ടറിലാണ് നാഷണൽ പാർക്കുകളെ കുറിച്ച് പറയുന്നത്. സോ IUCNന്റെ കാറ്റഗറി 2 പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആയ നാഷണൽ പാർക്കുകളെ കുറിച്ച് പറയുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്, നാഷണൽ പാർക്കിനുള്ളില് അലൗ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അലൗ ചെയ്യാത്ത ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്. ഇവിടെ ഗ്രേസിങ്, ഹണ്ടിങ്, ഫോറസ്ട്രി അല്ലെങ്കിൽ കൾട്ടിവേഷൻ ഇത് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. ഒരു കാരണവശാലും നാഷണൽ പാർക്കിനുള്ളിൽ അലൗ ചെയ്യാത്ത ആക്ടിവിറ്റികളാണ് ഗ്രേസിങ്, ഹണ്ടിങ്, ഫോറസ്ട്രി ഓർ കൾട്ടിവേഷൻ. ചോദിക്കാൻ സാധ്യതയാണ് വിച്ച് among the following activity is not allowed അല്ലെങ്കിൽ is allowed എന്ന് വെച്ച് ചോദിക്കാം. ഓക്കെ, സോ അലൗ ചെയ്യാത്തത് ഗ്രേസിങ്, ഹണ്ടിങ്, ഫോറസ്ട്രി, കൾട്ടിവേഷൻ. അതുപോലെ ഹ്യൂമൻ ആക്ടിവിറ്റി ഒന്നും തന്നെ പെർമിറ്റ് ചെയ്യില്ല. നോ ഹ്യൂമൻ ആക്ടിവിറ്റീസ് പെർമിറ്റഡ് ഇൻസൈഡ് ദ നാഷണൽ പാർക്ക്. പക്ഷെ അവിടെ എക്സെപ്ഷൻ പറയുന്നുണ്ട്. ഇപ്പൊ റിസർച്ച് ആക്ടിവിറ്റീസിനോ എന്തിനെങ്കിലും വേണ്ടി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ കയ്യിൽ നിന്ന് പെർമിഷൻ എടുക്കുകയാണെങ്കിൽ ദേ വുഡ് ബി അക്സെപ്റ്റഡ്, ബട്ട് അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ടാവും. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത നാഷണൽ പാർക്ക് ഹെയ്ലി നാഷണൽ പാർക്ക് ആണ്. ഇന്ന് അതിന്റെ പേര് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നാണ്. ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്കിന് ഒരു കറണ്ട് അഫയേഴ്സും കൂടെ ഉണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദ ഫസ്റ്റ് നാഷണൽ പാർക്ക് ടു ഇൻസ്റ്റാൾ എ ക്വാറന്റൈൻ ക്യാമ്പ് ഫോർ വൈൽഡ് ആനിമൽസ്. COVID-19 പശ്ചാത്തലത്തിൽ ക്വാറന്റൈൻ ക്യാമ്പ് ആനിമൽസിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്ത ആദ്യത്തെ നാഷണൽ പാർക്കാണ് ഈ പറയുന്ന ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ഉത്തരാഖണ്ഡ്. സോ ഇന്ത്യയിൽ 2019 ഡേറ്റ വെച്ചിട്ട് 104 നാഷണൽ പാർക്കുകളാണ് ഉള്ളത്, വിച്ച് അക്കൗണ്ട്സ് ഫോർ 1.23% ഓഫ് ദി
geographical area of the country. ഇന്ത്യയുടെ മൊത്തം geographical area 1.22%. ഈ ലിസ്റ്റ് എടുത്തിട്ടിരിക്കുന്നതാണ്. ഓരോ നാഷണൽ പാർക്കും ഏതൊക്കെ സ്റ്റേറ്റിലാണെന്നുള്ളതാണ്. ഇതിൽ ഈ പറയുന്ന ലിസ്റ്റിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഒന്ന് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് ആന്ധ്രാപ്രദേശ്. ഇമ്പോർട്ടന്റ് ആണ്. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് ആന്ധ്രാപ്രദേശ്. അതുപോലെ നംതാഫ നാഷണൽ പാർക്ക് ചോദിച്ചിട്ടുണ്ട്. നംതാഫ നാഷണൽ പാർക്ക് അരുണാചൽ പ്രദേശ്. Then Manas National Park. Manas ഇത് യുനെസ്കോയുടെ അണ്ടറിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ മനാസ് നാഷണൽ പാർക്ക് ഇമ്പോർട്ടന്റ് ആണ്. ആസാം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ആസാമിലെ കാസിരംഗ നാഷണൽ പാർക്ക്. കാസിരംഗ നാഷണൽ പാർക്ക് ആസാം ചോദിച്ചിട്ടുണ്ട്. കാസിരംഗ നാഷണൽ പാർക്കിൽ കൺസേർവ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ആനിമൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ഹോൺഡ് റൈനോസറസ് ആണ്. വൺ ഹോൺഡ് റൈനോസറസ് ആണ്. നംതാഫ നാഷണൽ പാർക്ക് നമ്മൾ പറഞ്ഞു അരുണാചൽ പ്രദേശിൽ. ഈ നംതാഫ നാഷണൽ പാർക്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ആനിമൽ, നംതാഫ നാഷണൽ പാർക്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ആനിമൽ ഫ്ലൈയിങ് സ്ക്വിറൽ ആണ്. ഫ്ലൈയിങ് സ്ക്വിറൽ. പിന്നെ അവിടെ ഓർത്തിരിക്കേണ്ട രണ്ടെണ്ണം ഇതാണ്. ഗൗതമ ബുദ്ധ വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാന്ന് ഓർത്തിരിക്കുക. ഗൗതമ ബുദ്ധ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും വാൽമീകി നാഷണൽ പാർക്കും ഇത് രണ്ടും ബീഹാറിലാണ്. ഗൗതമ ബുദ്ധ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും വാൽമീകി നാഷണൽ പാർക്കും. ഓക്കെ, സോ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഓർത്തിരിക്കേണ്ടത് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് ആന്ധ്രാപ്രദേശ്, മനാസ് നാഷണൽ പാർക്ക് ആസാം, കാസിരംഗ നാഷണൽ പാർക്ക് ആസാം, നംതാഫ അരുണാചൽ പ്രദേശ്, ഗൗതമ ബുദ്ധ ബീഹാർ, വാൽമിൽദ് എന്നാണ് ഇട്ടിരിക്കുന്നത്. വാൽമീകി എന്നാണ് ഉത്തരം. വാൽമീകി നാഷണൽ പാർക്ക് ബീഹാർ. നെക്സ്റ്റ് ലിസ്റ്റ്. ഈ ലിസ്റ്റിൽ നിന്ന് ഓർത്തിരിക്കേണ്ട 4 എണ്ണം ഉണ്ട്. ആദ്യത്തേത് ഇന്ത്യൻ വൈൽഡ് ആസ് സാങ്ച്വറി. ഇന്ത്യൻ വൈൽഡ് ആസ് സാങ്ച്വറി ഗുജറാത്തിലാണ്. ഇന്ത്യൻ വൈൽഡ് ആസ് സാങ്ച്വറി ഗുജറാത്തിലാണ്. ഒരു തവണ ചോദിച്ച ക്വസ്റ്റ്യനുമാണ്. ഇന്ത്യൻ വൈൽഡ് ആസ് സാങ്ച്വറി ഗുജറാത്ത്. അതുപോലെ തന്നെ മറൈൻ നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്കാണ് ഈ പറയുന്ന ഗുജറാത്ത് മറൈൻ നാഷണൽ പാർക്ക് ഗുജറാത്ത്. റാൻ ഓഫ് കച്ചിലാണിത്. മറൈൻ നാഷണൽ പാർക്ക് റാൻ ഓഫ് കച്ച് ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബ്ലാക്ക് ബക്ക് നാഷണൽ പാർക്ക് ഗുജറാത്തില്. ബ്ലാക്ക് ബക്ക് നാഷണൽ പാർക്ക് ഗുജറാത്തില്. ഗിർ ഫോറസ്റ്റ് നാഷണൽ പാർക്ക് ഗുജറാത്ത്. ഗിർ ഫോറസ്റ്റ് നാഷണൽ പാർക്ക് ഗുജറാത്ത്. ഈ ഗിർ ഫോറസ്റ്റിലാണ് ഇന്ത്യയിലെ ലയൺസിനെ കൺസേർവ് ചെയ്യുന്ന ഒരേ ഒരു നാഷണൽ പാർക്കാണ് ഗിർ ഫോറസ്റ്റ് നാഷണൽ പാർക്ക് ഗുജറാത്ത്. ഈ അടുത്തിടയ്ക്ക് പുതിയൊരു ലയൺ സഫാരി പാർക്ക്, കറണ്ട് അഫയേഴ്സ് ആണ്, പുതിയൊരു ലയൺ സഫാരി പാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. എവിടെയാണ് ആ ലയൺ സഫാരി പാർക്ക്? യുപിയിലാണ്. അതിന്റെ പേരാണ് എത്തവാഗ്. ETAWAH എറ്റവാഗ്. A lion safari park recently launched in Uttar Pradesh. Etawag. Okay. So ഇത് 4 എണ്ണം. ഇന്ത്യൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഗുജറാത്ത്, മറൈൻ നാഷണൽ പാർക്ക് ഗുജറാത്ത്, ബ്ലാക്ക് ബക്ക് നാഷണൽ പാർക്ക് ഗുജറാത്ത്, ഗിർ ഫോറസ്റ്റ് നാഷണൽ പാർക്ക് ഗുജറാത്ത്. ഇതില് സുൽത്താൻപൂർ നാഷണൽ പാർക്ക്, രണ്ടാമത്തുള്ള സുൽത്താൻപൂർ നാഷണൽ പാർക്ക് ഇമ്പോർട്ടന്റ് ആണ്, ഹരിയാന. Then Great Himalayan National Park, ഹിമാചൽ പ്രദേശ്. Great Himalayan National Park, ഹിമാചൽ പ്രദേശ്.
Then Salim Ali National Park. Salim Ali National Park, Jammu and Kashmir. Salim Ali National Park, Jammu and Kashmir. ഇത് മൂന്നുമാണ് ഇതിൽ ഇമ്പോർട്ടന്റ്. സുൽത്താൻപൂർ നാഷണൽ പാർക്ക് ഹരിയാന, ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഹിമാചൽ പ്രദേശ്, സലീം അലി നാഷണൽ പാർക്ക് ജമ്മു ആൻഡ് കാശ്മീർ. ഈ ലിസ്റ്റില് ആദ്യത്തെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് ഹെമിസ് നാഷണൽ പാർക്ക്. ഹെമിസ് നാഷണൽ പാർക്ക്, ഹെമിസ് നാഷണൽ പാർക്ക്, ഹെമിസ് നാഷണൽ പാർക്ക് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ഹെമിസ് നാഷണൽ പാർക്ക് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. അതിലൊരു മാറ്റമുണ്ട്, സോറി. കാര്യം മുമ്പ് അത് ജമ്മു ആൻഡ് കാശ്മീരിലായിരുന്നു. ഇപ്പൊ ജമ്മു ആൻഡ് കാശ്മീരിനെയും ലഡാക്കും അങ്ങനെ 2 യൂണിയൻ ടെറിട്ടറീസ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഹെമിസ് ലൊക്കേറ്റ് ചെയ്യുന്നത് ലഡാക്കിലാണ്. സോ ജമ്മു ആൻഡ് കാശ്മീർ വിട്ട് എന്നിട്ട് ഹെമിസ് നാഷണൽ പാർക്ക് ലഡാക്ക്, ഹെമിസ് നാഷണൽ പാർക്ക് ലഡാക്ക്, ഹെമിസ് നാഷണൽ പാർക്ക് ലഡാക്ക്. ഞാൻ ഈ ലിസ്റ്റിൽ മാറ്റം വന്നിട്ടില്ലാത്തതുകൊണ്ടാണ്, അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ഹെമിസ് നാഷണൽ പാർക്ക് ലഡാക്ക്. നെക്സ്റ്റ് ഡച്ചിംഗ്യാം നാഷണൽ പാർക്ക്. ഡച്ചിംഗ്യാം മൂന്നാമത്തെ, ഡച്ചിംഗ്യാം നാഷണൽ പാർക്ക്. ഡച്ചിംഗ്യാം നാഷണൽ പാർക്ക് ഇത് ശ്രീനഗർ, ജമ്മു ആൻഡ് കാശ്മീരിൽ തന്നെയാണ് ഡച്ചിംഗ്യാം നാഷണൽ പാർക്ക്. ഡച്ചിംഗ്യാം നാഷണൽ പാർക്ക്. ഈ ഡച്ചിംഗ്യാം നാഷണൽ പാർക്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ആനിമൽ ഉണ്ട്. അതിന്റെ പേരൊന്ന് എഴുതി വെക്കുക. ഹങ്കുൽ, HANGUL, ഹങ്കുൽ. ഇതൊരു മാന് പോലുള്ള ഒരു സ്പീഷീസ് ആണ് ഹങ്കുൽ. ഹങ്കുൽ അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് കാശ്മീർ സ്റ്റാഗ്, STAG, ഹങ്കുൽ അല്ലെങ്കിൽ കാശ്മീർ സ്റ്റാഗ്. ദെൻ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ബെറ്റ്ല നാഷണൽ പാർക്ക്. ബെറ്റ്ല നാഷണൽ പാർക്കും ഹസാരിബാഗും ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പേർക്ക് തെറ്റിയിട്ടുള്ളതാണ്. ബെറ്റ്ല നാഷണൽ പാർക്ക്, ഹസാരിബാഗ് നാഷണൽ പാർക്ക് രണ്ടും ജാർഖണ്ഡിലാണ്. ബട്ട്ല, ഹസാരിബാഗ് ജാർഖണ്ഡ്. ദെൻ അവസാനത്തെ 2 കുദ്രേമുഖ് നാഷണൽ പാർക്ക് കർണാടക, കുദ്രേമുഖ് നാഷണൽ പാർക്ക് കർണാടക. ബനർഘട്ട നാഷണൽ പാർക്ക് കർണാടക. കുദ്രേമുഖ്, ബനർഘട്ട. കുദ്രേമുഖും ബനർഘട്ടയും രണ്ടും കർണാടകയിലാണ്. വേണമെങ്കിൽ നാഗർഹോളയും കൂടെ ഒന്ന് എഴുതി വെച്ചോളൂ. നാഗർഹോള അത് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. നാഗർഹോള കർണാടകയാണ്. സോ ഇവിടുന്ന് ഹെമിസ്, ഡച്ചിംഗ്യാം, ബെറ്റ്ല, ഹസാരിബാഗ്, കുദ്രേമുഖ്, ബനർഘട്ട. ഇവിടുന്ന് നമ്മുടെ കേരളത്തിലുള്ളതാണ്, അറിയാവുന്നതാണ്. ഇടുക്കി, പെരിയാർ, സൈലന്റ് വാലി, ഇരവികുളം, പറമ്പിക്കുളം, ഇതൊക്കെ കേരളത്തിലെ നാഷണൽ പാർക്കുകളാണ്. ഓർത്തിരിക്കേണ്ട ഒരെണ്ണം പെഞ്ച് നാഷണൽ പാർക്കാണ്. പെഞ്ച് നാഷണൽ പാർക്ക് മധ്യപ്രദേശ്. പെഞ്ച് നാഷണൽ പാർക്ക് മധ്യപ്രദേശ്. പെഞ്ച് നാഷണൽ പാർക്ക് മധ്യപ്രദേശ്. അതുപോലെ കൻഹ നാഷണൽ പാർക്ക്. കൻഹ നാഷണൽ പാർക്ക് മധ്യപ്രദേശ്. ചോദിച്ചിട്ടുള്ളതാണ് രത്തപാണി ടൈഗർ റിസർവ്. രത്തപാണി ടൈഗർ റിസർവ് മധ്യപ്രദേശ് ആണ്. രത്തപാണി ടൈഗർ റിസർവ് മധ്യപ്രദേശ്. സോ 3 കൻഹ, രത്തപാണി, പന്നയും കൂടെ ഓർത്തിരിക്കണം. പന്ന നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ഡയമണ്ട് ബെൽറ്റ്, അതായത് ഡയമണ്ട് മൈനിങ് ഇന്ത്യയിലുള്ള ഒരു നാഷണൽ പാർക്കാണ് പന്ന നാഷണൽ പാർക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അത് നിർത്തി വെച്ചിരിക്കുകയാണ്. കാരണം ഇത് against the criteria which is allowed in national park. So പന്ന നാഷണൽ പാർക്ക് മധ്യപ്രദേശ് ആണ്. Then ഇവിടുന്ന് കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് മണിപ്പൂർ. കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് മണിപ്പൂർ. ലോകത്തിലെ തന്നെ ഒരേ ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കാണ് കേബിൾ ലംജാവോ. ദ ഓൺലി ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഇൻ ദി വേൾഡ്. ലോകത്തിലെ തന്നെ ഒരേ ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കാണ് കേബിൾ ലംജാവോ നാഷണൽ പാർക്ക്. മണിപ്പൂരിലാണ്. മണിപ്പൂരിലെ ലോക്ടക് ലേക്കിലാണ് ഈ
നാഷണൽ പാർക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ലോക്ടക് ലേക്ക് ഇൻ മണിപ്പൂർ. ദെൻ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരെണ്ണം ബൽഫക്രം നാഷണൽ പാർക്ക്. ബൽഫക്രം നാഷണൽ പാർക്ക്. ബൽഫക്രം നാഷണൽ പാർക്ക്, മേഘാലയ. Then Marlan National Park, Mizoram. Marlan National Park, Mizoram. ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി, ഇത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ഇല്ല അതിനകത്ത്. ഇതും അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ഇല്ല. ഇതില് ക്ലൗഡഡ് ലെപ്പേർഡ് നാഷണൽ പാർക്ക് ത്രിപുര. ക്ലൗഡഡ് ലെപ്പേർഡ് നാഷണൽ പാർക്ക് ത്രിപുര. അതുപോലെ ദുധ്വ നാഷണൽ പാർക്ക് ഉത്തർപ്രദേശ്. ദുധ്വ നാഷണൽ പാർക്ക് ഉത്തർപ്രദേശ്. ഉത്തരാഖണ്ഡിന്റെ എല്ലാം ഒരുവിധം കേട്ടിട്ടുള്ളതാവും. രാജാജി, ഗംഗോത്രി, നന്ദാദേവി, ജിം കോർബറ്റ്, വാലി ഓഫ് ഫ്ലവേഴ്സ്, ഇതെല്ലാം തന്നെ ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിൽ ഒന്ന് നോക്കിയിട്ട് പോണം. ദുധ്വ നാഷണൽ പാർക്ക് ഉത്തർപ്രദേശ് ആണ് ഓർത്തിരിക്കുക. സുന്ദർബൻസ് നാഷണൽ പാർക്ക് വെസ്റ്റ് ബംഗാൾ. ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. ക്യാമ്പൽ ബേ നാഷണൽ പാർക്ക് ആൻഡമാൻ നിക്കോബാർ. ക്യാമ്പൽ ബേ നാഷണൽ പാർക്ക് ആൻഡമാൻ നിക്കോബാർ. ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാഷണൽ പാർക്ക്. ഉത്തരാഖണ്ഡിന്റെ സെപ്പറേറ്റ് നോക്കിയിട്ട് പോവാം. കേരളത്തിന്റെ പിന്നെ നമുക്ക് അറിയാം. ബാക്കി ഞാൻ ഈ പറഞ്ഞ ഇത്രയും നാഷണൽ പാർക്ക് ഒന്ന് നോക്കിയിട്ട് പോയി. ഇതിനാണ് ക്വസ്റ്റ്യൻസ് ഇതുവരെയും വന്നിട്ടുള്ളത്. ഓക്കെ, തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. 2 വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഊഹം ശരിയാണെങ്കിൽ ഐ തിങ്ക് 2018 ഒരു ക്വസ്റ്റ്യൻ ഇതിന്റെ ഉണ്ടായിരുന്നു. അതായത് മാച്ച് ദ ഫോളോയിങ് വെച്ചിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 2015 ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറും അല്ലാണ്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞു തരാം. വൈൽഡ് ലൈഫ് സാങ്ച്വറി നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ പ്രൊട്ടക്റ്റഡ് ഏരിയ. ആദ്യത്തെ നമ്മൾ പറഞ്ഞു നാഷണൽ ബയോസ്ഫിയർ റിസർവ്, രണ്ടാമത്തെ നാഷണൽ പാർക്ക്, മൂന്നാമത്തേതാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് ഒരു റിസർവ് ഫോറസ്റ്റ് ഏരിയ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടെറിട്ടോറിയൽ വാട്ടർ ആയിരിക്കാം. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറിയെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. എന്നാൽ നാഷണൽ പാർക്കിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. ഈ നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറിയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ ജീവിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന അവകാശങ്ങളാണ്. ഈ നാഷണൽ പാർക്കിലാണെങ്കിൽ കുറെ ലിമിറ്റഡ് ആയിട്ടുള്ള അവകാശങ്ങളേ ഉള്ളൂ, കുറേയേറെ റെസ്ട്രിക്ഷൻസും പ്രൊഹിബിഷൻസും ഉണ്ട്. ഓക്കെ, ഒരു സാങ്ച്വറിയിലാകുമ്പോഴത്തേക്ക് അത്രത്തോളം പ്രശ്നമില്ല. അവിടെ ഗ്രേസിംഗ് അലൗഡ് ആണ്, പല രീതിയിലുള്ള ടൂറിസം അലൗഡ് ആണ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസിൽ. ഓക്കെ, ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 551 വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണുള്ളത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഒന്ന് നോക്കിയിട്ട് പോകണം. ഇപ്പം ഡച്ചിങ്ക്യാം ഒക്കെ നമ്മൾ പറഞ്ഞത് അതിന്റെ കോർ ഏരിയ നാഷണൽ പാർക്കും ബഫർ ഏരിയ സാങ്ച്വറി ആയിട്ടാണ് വരുന്നത്. സോ ഡച്ചിങ്ക്യാം സാങ്ച്വറി ചോദിച്ചാലും ജമ്മു ആൻഡ് കാശ്മീരിലാണ്. അതുപോലെ നെല്ലപ്പാട്ട് ബേർഡ് സാങ്ച്വറി. ബേർഡ് സാങ്ച്വറീസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, കാരണം ബേർഡ് സാങ്ച്വറീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നെല്ലപ്പാട്ട് ബേർഡ് സാങ്ച്വറി ആന്ധ്രാപ്രദേശിലാണ്. അതുപോലെ രംഗണത്തിട്ട് ബേർഡ് സാങ്ച്വറി കർണാടകയിലാണ്. അതുപോലെ തന്നെ നള സരോവർ ബേർഡ് സാങ്ച്വറി അഹമ്മദാബാദ് ഗുജറാത്തിലാണ്. നമ്മുടെ കുമരകം ബേർഡ് സാങ്ച്വറി ഉണ്ട് കേരള. അതുപോലെ സലീം അലി ബേർഡ് സാങ്ച്വറി ഗോവയിലാണ്. വേടത്തങ്കൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വേടത്തങ്കൽ ബേർഡ് സാങ്ച്വറി തമിഴ്നാടുവിലാണ്. ഇതൊരു കറന്റ് അഫയേഴ്സ് ആണ്. ഇന്ത്യയിൽ മൊത്തം 50 ടൈഗർ റിസർവുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് 2020 ആയപ്പോ 51 ടൈഗർ റിസർവുകളാണ് ഇപ്പൊ ഇന്ത്യയിലുള്ളത്. 51ാമത്തെ ടൈഗർ റിസർവ് തമിഴ്നാട്ടിലാണ് വന്നത്. മേഘമലൈ ടൈഗർ റിസർവ് ആണ്. 51st ടൈഗർ റിസർവ് ഇൻ ഇന്ത്യ ഇസ് മേഘമലൈ ടൈഗർ റിസർവ്. സോ 4ാമത്തെ പ്രൊട്ടക്റ്റീവ് ഏരിയാസ് ആണ് കൺസർവേഷൻ റിസർവ്സും കമ്മ്യൂണിറ്റി റിസർവ്സ്. ഈ കൺസർവേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി റിസർവ്സ് എന്ന് പറയുന്നത്
മിക്കവാറും ബഫർ സോൺസ് അല്ലെങ്കിൽ അതിന്റെ കണക്ടിങ് ആയിട്ടുള്ള ട്രാൻസിഷൻ സോൺസിലൊക്കെ ആയിരിക്കും ഈ കൺസർവേഷൻ റിസർവ്സും കമ്മ്യൂണിറ്റി റിസർവ്സും ഒക്കെ വരുന്നത്. അത് അൺഇൻഹാബിറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓൺ ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഓൺ ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരു വാസ്റ്റ് ലാൻഡ് ഏരിയയെ, ഒരു പ്രൈവറ്റ്ലി ഓൺഡ് ലാൻഡ് ഏരിയ, അങ്ങനെയുള്ള ലാൻഡ് ഏരിയയെ റിസർവ് വനങ്ങളായിട്ട്, റിസർവ് ഫോറസ്റ്റുകളായിട്ടോ റിസർവ് കമ്മ്യൂണിറ്റി കൺസർവേഷൻ റിസർവ്സ് ആയിട്ടോ ഒക്കെ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് 4ാമത്തെ പ്രൊട്ടക്റ്റീവ് ഏരിയാസ് എന്ന് പറയുന്നത്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 2002 അണ്ടറിലാണ് ആദ്യമായിട്ട് അമെൻമെന്റ് ചെയ്ത് 1972 ആക്ട് അമെൻമെന്റ് ചെയ്തപ്പോഴാണ് ഈ കൺസർവേഷൻ റിസർവ്സ് ആൻഡ് കമ്മ്യൂണിറ്റി റിസർവ്സ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയാസ് വന്നിട്ടുള്ളത്. ഇത് കൂടാതെ കുറച്ച് സ്പെഷ്യലൈസ്ഡ് പ്രോജക്റ്റുകൾ ഉണ്ട്, അത് പർട്ടിക്കുലർ സ്പീഷീസിന്റെ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്ത്യയിൽ ഒരു 3-4 പ്രോജക്റ്റുകൾ ഉണ്ട്. അതിൽ ആദ്യത്തെ പ്രോജക്റ്റ് ആണ് പ്രോജക്ട് ടൈഗർ. വർഷം ഓർത്തിരിക്കുക, 1973 പ്രോജക്ട് ടൈഗർ വന്നത്. ദെൻ ഓപ്പറേഷൻ ക്രോക്കഡൈൽ 1975, പ്രോജക്ട് റൈനോസറസ് 87, സ്നോ ലെപ്പേർഡ് 91, ദെൻ പ്രോജക്ട് എലിഫന്റ് 1988. ഇത് കൂടാതെ ബ്ലാക്ക് ബക്ക്, ചിങ്കാര എന്ന് പറഞ്ഞിട്ട് ഒരു സ്പീഷീസ് ഉണ്ട്. ഗൊദ്വാൻ അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, കൊക്കൊക്കെ പോലിരിക്കുന്നതാണ്. ബസ്റ്റാർഡ്, സ്നോ ലെപ്പേർഡ്, ഇവർക്കൊക്കെ വേണ്ടി കംപ്ലീറ്റ് അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടുള്ള ലീഗൽ പ്രൊട്ടക്ഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ സ്പെഷ്യലൈസ്ഡ് പ്രോജക്റ്റുകളാണ്. ഈ നാഷണൽ പാർക്കും സാങ്ച്വറീസും കമ്മ്യൂണിറ്റി ആൻഡ് കൺസർവേഷൻ റിസർവ്സും ഒക്കെ കൂടാതെ ഉള്ള സ്പെഷ്യലൈസ്ഡ് സ്പീഷ്യസ് ബേസ്ഡ് പ്രോജക്റ്റുകളാണ് ഈ പറഞ്ഞതൊക്കെ. സോ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് 2 പോർഷൻസും കൂടെ തീർക്കാനുള്ളൂ. 2 പോർഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് നാച്ചുറൽ ആൻഡ് എനർജി റിസോഴ്സസും നാച്ചുറൽ ഹസാർഡ്സും. ഈ നാച്ചുറൽ ഹസാർഡ്സിന്റെ അണ്ടറിൽ തന്നെ നമ്മൾ കുറച്ച് ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് പൊളിറ്റിക്കൽ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ അതിന്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പോർഷനും കൂടെ ഉണ്ട്, വേസ്റ്റ് മാനേജ്മെന്റ്. വേസ്റ്റ് മാനേജ്മെന്റ് ഒരു 5 to 10 PPTക്ക് ഉള്ളിൽ അത് തീരും. ഓക്കെ, സോ അപ്പൊ 2ാം തീയതി നമുക്ക് ബാക്കി പോർഷൻസും കൂടെ തീർക്കാം. അതോടുകൂടി നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആവും. എന്നിട്ട് എനിക്ക് തോന്നുന്നു April 10th ഒരു ക്ലാസ്സും കൂടെ ഉണ്ട്. അന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരിക്കും, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, madam. So you're okay with this? Okay, ഞാൻ PPTs ഷെയർ ചെയ്തിരിക്കാം. ഇതുവരെയുള്ള PPTs ഒക്കെ എല്ലാവർക്കും കിട്ടിയിട്ടില്ലേ? Yes, ma'am. അപ്പൊ ശരി, താങ്ക് യു. Thank you, ma'am. Thank you. Thank you. Thank you, ma'am. Thank you, ma'am.